നമസ്കാരം. ഇന്ത്യ അമേരിക്ക വാണിജ്യ കരാറിൽ കേന്ദ്ര സർക്കാർ രാജ്യത്തെ ഇരുട്ടിൽ നിർത്തിയോ? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ വെളിപ്പെടുത്തുമ്പോഴാണ് ലോകം കരാറിനെ കുറിച്ച് അറിയുന്നത് തന്നെ. ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ചോദ്യങ്ങൾ ഒഴിവാക്കി. ഇന്ന് മന്ത്രി പാർലമെന്റിൽ പ്രസ്താവന നടത്തിയപ്പോഴും സംശയങ്ങൾക്ക് ഉത്തരമായില്ല. $500 ബില്യൺ കയറ്റുമതി ഇന്ത്യയിലേക്ക് എന്ന് പറയുന്ന ട്രംപ് എന്താണ് ലക്ഷ്യമിടുന്നത്? ഇന്ത്യയുടെ കാർഷിക വിപണി അടക്കം അമേരിക്കയ്ക്ക് തുറന്നു കൊടുക്കുകയാണോ? എന്താണ് ഇത് രാജ്യത്തുണ്ടാക്കുന്ന പ്രതിഫലനം? ചർച്ചയിൽ ഷെയർ റഹീം CPM MP, ശ്രീ JR പത്മകുമാർ BJP, പ്രൊഫസർ ജോസഫ് ആന്റണി വിദേശകാര്യ വിദഗ്ധൻ എന്നിവർ. ആദ്യം ശ്രീ JR പത്മകുമാർ, ഇന്ത്യ ഇനിമേലിൽ റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങുന്നില്ല എന്ന് പ്രഖ്യാപിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയോ ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയോ ഒന്നുമല്ല, ഡൊണാൾഡ് ട്രംപാണ്. ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ഇന്ത്യ എന്ത് ചെയ്യണം എന്ന കാര്യം പോലും പ്രഖ്യാപിക്കുന്നത്. നേരത്തെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ നിലവിൽ വന്നു എന്ന് ഇതേപോലെ ഡൊണാൾഡ് ട്രംപ് ലോകത്തെ അറിയിച്ചതാണ്. ഡൊണാൾഡ് ട്രംപിന്റെ കയ്യിലെ കളിപ്പാവയായോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി? ഇന്ത്യയുടെ വിദേശ നയവും ഇന്ത്യയുടെ സാമ്പത്തിക നയവും ഒക്കെ അമേരിക്കൻ പ്രസിഡന്റ് തീരുമാനിക്കുന്ന വിധത്തിലേക്കുള്ള കീഴടങ്ങൽ രാജ്യം കാണുകയാണോ? അങ്ങനെ ഇതിനെ ഡൈവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബോധപൂർവമായ ശ്രമം ഇന്ത്യയിൽ പ്രതിപക്ഷ പാർട്ടികളും ചില പത്രമാധ്യമ പ്രവർത്തകരും അങ്ങനെ ചെയ്യുന്നുണ്ട്. എപ്പോഴും ഇന്ത്യ ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടം പറയുന്നതിനെ മുഖവിലക്കെടുക്കില്ല. ഈ ട്രംപോ അല്ലെങ്കിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയോ മറ്റേതെങ്കിലും ആളുകൾ പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിലുള്ളൊരു ബോധപൂർവമായൊരു പ്രചരണം ആണ്. അത് ഇന്ത്യ വിരുദ്ധമായൊരു പ്രചരണമാണ് എന്ന് മനസ്സിലാക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞോട്ടെ അഭിലാഷ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാനൊന്ന് പറഞ്ഞു ശരിവയ്ക്കുകയല്ലോ ചെയ്തത്. വ്യാപാര കരാറുമായി തീരുവയുമായി സംബന്ധിച്ച് ചർച്ച നടക്കുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകത്തിലെ ഏറ്റവും വലിയ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി ഒരു ഇന്ത്യയുടെ മേൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തിയപ്പോൾ അതിനെ നമ്മൾ കീഴടങ്ങാതെ ഒരു ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കുകയും അത് കഴിഞ്ഞിട്ട് നമുക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ആ രാജ്യം അവരുടെ നിലപാട് തിരുത്തി മുന്നോട്ട് വരികയും ചെയ്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഇതുമായി ഈ കരാർ ഈ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്. ഈ കരാറിൻ്റെ പൂർണ്ണമായ ഒരു രൂപം പുറത്തു വന്നിട്ടില്ല. ചർച്ചകൾ നടക്കുന്നുണ്ട്, സംശയമില്ല. ചർച്ചകൾ ഒരു ധാരണയിൽ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വന്നിട്ടില്ല. അമേരിക്കയുടെ തന്നെ വ്യാപാര സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട സെക്രട്ടറിയോ അതിൻ്റെ വക്താവോ പറഞ്ഞിട്ടുള്ളത് സെക്ടർ വൈസ് ചർച്ചകൾ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. ആ ചർച്ചകൾ നടന്ന ഒരു ഫൈനലായൊരു തീരുമാനം എത്തി ഈ രാജ്യങ്ങളും ഒപ്പിട്ട് പുറത്തു വരുമ്പോഴാണ് ഒരു കരാർ എന്നുള്ള നിലയിൽ അതല്ലാതെ അല്ല അത് ട്രംപ് പറഞ്ഞതല്ലേ. ഇപ്പൊ ഞാനും അഭിലാഷ് ഞാനും നിങ്ങളും തമ്മിൽ ഒരു ചർച്ച നടത്തുകയാണ്. ഒരവസരത്തിൽ നിങ്ങൾ പുറത്തു വന്ന് പറയുകയാണ് ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അത് എനിക്ക് ബൈൻഡിങ് ആണോ? ഞാനും നിങ്ങളും കൂടി ഒരുമിച്ച് പറയുമ്പോഴാണ്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതിനെ ഞാൻ എൻഡോസ് ചെയ്യുമ്പോഴാണ് അത് ശരിയായി വരുന്നത്. അതങ്ങനെയല്ല. അദ്ദേഹം അത് പറഞ്ഞു. ട്രംപിന്റെ സ്വഭാവം അറിയാമല്ല, ഈ ലോകത്ത് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരു കാര്യം എല്ലാവർക്കും അറിയാലോ എന്നുള്ളതല്ല. നോക്കൂ, കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം എന്താ? വ്യക്തിപരമായി എനിക്ക് ഇനി എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഈ രാജ്യത്തെ കർഷകരുടെ, മത്സ്യത്തൊഴിലാളികളുടെ, മൃഗങ്ങളെ വളർത്തി ഉപജീവനം നടത്തുന്നവരുടെ അവരുടെയൊക്കെ ജീവിതമാണ് എന്റെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരൊത്തുതീർപ്പോ കീഴടങ്ങലോ ഇക്കാര്യത്തിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് നോക്കൂ, അമേരിക്കൻ കൃഷി സെക്രട്ടറി ബ്രൂക്ക് റോളിൻസ് എന്താ പറയുന്നത്? ഇന്ത്യയിലേക്ക് കാർഷികോൽപ്പന്നങ്ങൾ അമേരിക്കയ്ക്ക് കയറ്റുമതി ചെയ്യാൻ, നികുതി ഇല്ലാതെ കയറ്റുമതി ചെയ്യാൻ കഴിയുന്നതോടുകൂടി അമേരിക്കയിലെ റൂറൽ എക്കോണമിയിലേക്ക് പണം ഒഴുകുമെന്നാണ്. അത് അവരുടെ സങ്കല്പം പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യ പറഞ്ഞിട്ടുള്ളത് എന്താ? ഇന്ത്യയുടെ നമ്മുടെ ഇന്നലെ പീയൂഷ് ഗോയൽ പാർലമെന്റിൽ പറഞ്ഞത് എന്താ? കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പലപ്പോഴും അവർ ചർച്ചയിൽ വന്നിട്ടുണ്ട്. അത് ഒരു കാരണവശാലും ബലി കഴിക്കുന്ന പ്രശ്നമില്ല. ഇന്ത്യയിലെ കർഷകരുടെ താല്പര്യങ്ങൾ ബലി കഴിക്കുന്ന പ്രശ്നമില്ല. അത് ഇന്ത്യ ഗവൺമെന്റ് പറയുമ്പോൾ അത് നിങ്ങൾ എന്താ മുഖവിലേക്ക് എടുക്കാത്തത്? ഇന്ത്യ ഗവൺമെന്റ് ഒരു നിലപാട് ശക്തമായി ഇന്ത്യയുടെ കർഷകരെ ബലി കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാതെ, ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിക്കാതെ ഒരു നിലപാട് ഇന്ത്യ എടുക്കില്ല എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ നമ്മുടെ പീയൂഷ് ഗോയൽ മന്ത്രി, ഈ കൊമേഴ്ഷ്യൽ മന്ത്രി പറഞ്ഞതിന് ശേഷവും നിങ്ങൾ ഇപ്പോഴും ട്രംപ് പറയുന്നതാണ് ശരി, അതാണ് നടപ്പിലാക്കാൻ പോകുന്നത് എന്നുള്ളൊരു പ്രചരണം നടത്തുന്ന ആർക്ക് വേണ്ടി? അതാണ് നമ്മുടെ പ്രശ്നം. ശ്രീ റഹീം, അങ്ങനെയാണോ കാര്യങ്ങൾ? ട്രംപ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ എഴുതി 20 മണിക്കൂറിന് ശേഷം പീയൂഷ് ഗോയൽ ഡൽഹിയിൽ വാർത്താ സമ്മേളനം നടത്തി ഈ പുതിയ ട്രേഡ്
എഗ്രിമെന്റിനെ കുറിച്ച് ശരിവെക്കുന്നു. അപ്പോഴും ഇവിടെ ശ്രീ JR പത്മകുമാർ പറഞ്ഞതുപോലെ ഞങ്ങൾ കർഷകരുടെയും അതുപോലെ തന്നെ ഡയറി സെക്ടറിലുള്ള ആളുകളുടെയും താല്പര്യം കഴിക്കില്ല എന്നൊക്കെ അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യയിലെ പാർലമെന്റ് ഒക്കെ ഇരുട്ടിലാണ്. ഇന്ത്യയിലെ പാർലമെന്റ് ചേർന്നുകൊണ്ടിരിക്കെ, രണ്ട് സഭകളും ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ വിദേശ നയവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ കാര്യങ്ങൾ അടക്കമടങ്ങുന്ന കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ട്രൂത്ത് സോഷ്യലിൽ പ്രഖ്യാപിക്കുന്നത് അത്ഭുതമുണ്ടോ? തീർച്ചയായിട്ടും അത്ഭുതമുണ്ട്. അതിലേറെ അപമാനകരമാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അത് രാജ്യത്തിന്, പാർലമെൻറ്റിന് ഒക്കെ അത് അപമാനകരമായ കാര്യമാണ് എന്ന് ആവർത്തിച്ച് പറയേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഭരണഘടന ആരംഭിക്കുന്നത് വിത്ത് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ്. ഇന്ത്യയിലെ ജനങ്ങളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരികൾ, അല്ലാതെ അമേരിക്കൻ പ്രസിഡന്റും വൈറ്റ് ഹൗസും അല്ല ഇന്ത്യയുടെ പരമാധികാരികൾ എന്ന് വീണ്ടും ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തണം. ഇവിടെ നോക്കൂ, നിങ്ങൾ തന്നെ പറഞ്ഞ ടൈം ലൈൻ നോക്കൂ. ഇന്ത്യൻ സമയം അർദ്ധരാത്രിയിൽ അമേരിക്കയിൽ അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വിദേശ നയം മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക നയം, അതോടൊപ്പം തന്നെ വ്യാപാരവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട നയപരമായ കാര്യങ്ങൾ, ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അവർ ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുകയാണ്. അതിനു മുമ്പ് എന്ത് ചർച്ചയാണ് നടന്നത്, എങ്ങനെയാണ് അങ്ങനെ ഒരു തീരുമാനം അവർക്ക് ഏകപക്ഷീയമായി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കൊരു വ്യക്തതയും ഇന്ന് പീയൂഷ് ഗോയൽ പാർലമെൻറ്റിൻ്റെ ഇരു സഭകളിലും സ്റ്റേറ്റ്മെൻറ്റ് നടത്തുമ്പോഴും ആ ലിഖിതമായ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് 4 പേജ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് അത് പ്രതിപാദിക്കുന്നേയില്ല. ഇപ്പോഴും ആ ഭാഗം ഇരുട്ടിലാണ്. നോക്കൂ, അതിനുശേഷം 20 മണിക്കൂർ കഴിയുമ്പോഴാണ് ഇന്ത്യയുടെ പീയൂഷ് ഗോയൽ എന്ന മന്ത്രി, വാണിജ്യ വകുപ്പ് മന്ത്രി ഈ കാര്യം പ്രഖ്യാപിക്കുന്നത്. ഇവിടെ പ്രഖ്യാപിക്കുന്നു, പാർലമെൻറ്റ് നടക്കുന്ന സമയത്ത് പാർലമെൻറ്റിനുള്ളിലല്ല മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ മാധ്യമങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരം പോലും ഇന്ത്യൻ പാർലമെൻറ്റിനുള്ളിൽ MP-മാർക്ക് നൽകുന്നില്ല. പാർലമെൻറ്റിൻ്റെ ഇരു സഭകളിലും സാധാരണഗതിയിലെ പാർലമെൻറ്റിലെ കീഴ്വഴക്ക പ്രകാരം ഇത്തരത്തിൽ പ്രത്യേകമായ ചില കാര്യങ്ങളിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയാൽ, ആ സ്റ്റേറ്റ്മെൻറ്റ് ചട്ടപ്രകാരമുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്, ആ സ്റ്റേറ്റ്മെൻറ്റിന് ക്ലാരിറ്റി ചോദിക്കാനുള്ള അവകാശം, വ്യക്തത ആവശ്യപ്പെടാൻ വിവിധ അംഗങ്ങൾക്ക് സാധിക്കും. അത് നൽകിയിരുന്നു, ഈ അടുത്ത കാലം വരെയും അത് നൽകിയിരുന്നു. പക്ഷെ നമ്മൾ നോക്കൂ, ഈ കാര്യത്തിൽ അങ്ങനെ ഒരു ക്ലാരിറ്റി സീക്ക് ചെയ്യാനുള്ള അവകാശം പോലും ഇന്ത്യൻ പാർലമെൻറ്റിൽ അംഗങ്ങൾക്ക് ഏകപക്ഷീയമായി നിഷേധിക്കുകയാണ്. ഇത് അത് ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ രാജ്യത്തിൻ്റെ പാർലമെൻ്ററി കീഴ്വഴക്കങ്ങളുടെ, നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തിൻ്റെ മേൽ കടക്കൽ കത്തിവെക്കുകയാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി 2, ഈ ട്രീറ്റിയിലേക്കും അത് സംബന്ധിച്ച ആശങ്കകളിലേക്കും വന്നാൽ, ഇവിടെ ശ്രീ പത്മകുമാർ തന്നെ പറയുന്നു, ഒരു വലിയ പരമാധികാര രാജ്യം, വളരെ ശക്തമായൊരു രാജ്യം, അമേരിക്ക അങ്ങ് പുകഴ്ത്തുകയാണ്. അങ്ങനെയുള്ളൊരു അമേരിക്ക നമ്മുടെ മേൽ ശക്തമായ സമ്മർദ്ദങ്ങൾ ചെലുത്തിയപ്പോൾ അതിനെ അതിജീവിച്ച് അവരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ഞങ്ങൾ എന്തോ ചെയ്തുവെന്നാണ്. എന്താണ് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ചെയ്തത്? പുറത്തു വന്ന വിവരങ്ങളുടെ മാത്രം പശ്ചാത്തലത്തിൽ നമുക്ക് സംസാരിക്കാം. ഇവിടെ യഥാർത്ഥത്തിൽ 50% ഉയർത്തിയ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണിയിലേക്കുള്ള തീരുവ, ആ തീരുവ 18% കുറച്ചു. ഇതാണല്ലോ പറയുന്നത്. അത് അവർ വർദ്ധിപ്പിച്ചതാണ്. ഏത് സാഹചര്യത്തിലാണ് വർദ്ധിപ്പിച്ചത്? റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് സംബന്ധിച്ചുള്ള തർക്കമാണ്. നിങ്ങൾ നോക്കൂ, എവിടെ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങണമെന്ന് അമേരിക്ക നമ്മളോട് ഡിക്റ്റേറ്റ് ചെയ്യുകയാണ്. അതിന് നമ്മൾ വഴങ്ങുകയാണ്. അവർ പറഞ്ഞത് അച്ചട്ട് നമ്മൾ കേട്ടു, വഴങ്ങി എന്ന് പ്രഖ്യാപിക്കുന്നത് പോലും നമ്മളല്ല. അത് പ്രഖ്യാപിക്കാനുള്ള അവകാശം പോലും നമുക്കില്ല. അത് അമേരിക്കയിലിരുന്ന് അവർ ചെയ്യാണ്, ട്രംപ് ചെയ്യാണ്. എന്നിട്ട് പറയാണ് അവരുടെ സമ്മർദ്ദങ്ങൾക്ക് ഞങ്ങൾ വഴങ്ങിയിട്ടില്ല പോലും. എത്ര ദയനീയമാണ്! ഇങ്ങനെ രാജ്യം അപമാനിക്കപ്പെട്ടിട്ടുണ്ടോ? അപമാനകരമായിട്ടുണ്ടോ? നരേന്ദ്രമോദിയോട് വ്യത്യസ്തമായ അഭിപ്രായം ഞങ്ങൾക്കുണ്ട് രാഷ്ട്രീയമായി. പക്ഷേ അദ്ദേഹം ഇന്ത്യയുടെ ഭരണഘടനാപരമായ പദവി വഹിക്കുന്ന പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന അയാളാണ്. നിങ്ങൾ നോക്കൂ, അദ്ദേഹത്തിന് ഇപ്പൊ പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങൾ കൊടുക്കുന്ന പ്രധാനമന്ത്രി എന്നൊരു പദവിയുണ്ടല്ലോ, വിലയുണ്ടല്ലോ, ഭരണഘടന നൽകുന്ന വിലയുണ്ടല്ലോ, അത് അവരാൽ ലംഘിക്കപ്പെടുകയാണ്. അപ്പോഴും BJPക്ക് അതിൽ യാതൊരു കുശലമില്ല. ട്രംപിനെതിരെ ഒരു അക്ഷരം മിണ്ടുന്നില്ല. ആരാണ് ട്രംപ് എന്ന് ചോദിക്കാൻ BJPക്കോ RSS കേന്ദ്രങ്ങൾക്കോ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? BJPയുടെ ഒരാൾക്ക് പോലും അതിൽ ശ്രീ പത്മകുമാറിൻ്റെയും BJP കേന്ദ്രങ്ങളുടെയും ധാർമ്മിക രോഷമുണരേണ്ടത് അവിടെയല്ലേ? എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല? ശരി, ഇനി അദ്ദേഹം പറയാണ്, ഇനി റഷ്യയിൽ നിന്ന് ഇവർ വാങ്ങുന്നില്ല. അതിൻ്റെ തൊട്ടു പിന്നാലെ എന്താണ്? അമേരിക്കയിലെ ഒരു ബ്യൂറോക്രാറ്റ്, അവിടുത്തെ ഒരു സെക്രട്ടറി, ഏത് സെക്രട്ടറി, കൃഷി വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന സെക്രട്ടറി പ്രഖ്യാപിക്കുകയാണ്, താങ്ക്സ് ടു ഡൊണാൾഡ് ട്രംപ്. പ്രസിഡന്റ് താങ്ക് പറയുകയാണ്. എന്താണ് താങ്ക്സ് പറയാനുള്ള, നന്ദി പറയാനുള്ള കാരണം? നന്ദി പറയാനുള്ള കാരണം അമേരിക്കയിലെ കാർഷിക മേഖലയ്ക്ക് ഇതാ നല്ല കാലം വരാൻ പോകുന്നു. അദ്ദേഹം ഇന്ത്യയുമായി ഒരു ട്രീറ്റിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ആ ട്രീറ്റിയുടെ ഭാഗമായി ഇനി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പോളങ്ങളിലൊന്നായ
വിപണി തുറന്നു ലഭിക്കപ്പെട്ടിരിക്കുന്നു. ഇതല്ലേ അദ്ദേഹം നടത്തിയ പ്രതികരണം? യെസ്, അവിടെയാണ് നമ്മുടെ ആശങ്ക വീണ്ടും വരുന്നത്. അങ്ങനെയുള്ള ധാരാളം അമേരിക്കയിലെ കാർഷികോൽപ്പന്നങ്ങളുടെയും വിപണിയുടെയും ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് അടുത്ത റൗണ്ടിൽ വിശദമായി വരാം. ശ്രീ റഹീം, നോക്കൂ, ശ്രീ ജോസഫ് ആന്റണി, US-ന്റെ അഗ്രികൾച്ചറൽ സെക്രട്ടറി ബ്രൂക്ക് റോളിൻസ് പറയുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ കാർഷിക രംഗത്തെ ട്രേഡ് ഡെഫിസിറ്റ് 1.3 ബില്യൺ ആണ് കഴിഞ്ഞ വർഷം 2024. ഈ പുതിയ FTA നിലവിൽ വരുന്നതോടുകൂടി അമേരിക്ക ഫസ്റ്റ് നയം ഡൊണാൾഡ് ട്രംപ് ഫലപ്രദമായി നടപ്പാക്കുന്നതോടുകൂടി ആ ട്രേഡ് ഡെഫിസിറ്റ് കുറയും. അമേരിക്കൻ റൂറൽ എക്കോണമിയെ പോഷിപ്പിക്കാൻ ഇന്ത്യയിലേക്ക് നടത്തുന്ന അമേരിക്കയുടെ കാർഷികോൽപ്പന്ന കയറ്റുമതി വഴി കഴിയും എന്ന് അമേരിക്ക ഉറച്ചു വിശ്വസിക്കുകയാണ്. അമേരിക്കയുടെ കാർഷിക സെക്രട്ടറി പറയാണ്. അപ്പോൾ അമേരിക്കൻ കാർഷികോൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിലേക്ക് സ്വതന്ത്രമായി ചുങ്കമില്ലാതെ തന്നെ ഒഴുകുക എന്ന് നമ്മൾ മുമ്പ് അസംഭവ്യം എന്ന് വിചാരിച്ച കാര്യം സംഭവിക്കുകയാണോ? നമ്മൾ അസംഭവ്യം എന്ന് പറയാൻ എന്തടിസ്ഥാനത്തിലാണ് അഭിലാഷ് പറഞ്ഞതെന്നറിയത്തില്ല. ഇന്ത്യ അമേരിക്ക ബന്ധത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ അമേരിക്ക ബന്ധത്തിലായിരുത്തിൽ ട്രംപ് വന്നതിന് ശേഷം ഇന്ത്യയുടെ എടുക്കുന്ന പൊതുവായിട്ടുള്ളൊരു നയം കീഴടങ്ങൽ നയമാണ്. ആ കീഴടങ്ങൽ നയം എന്താണെന്ന് നമുക്കറിയണമെങ്കിൽ നമുക്കറിയാം, പിന്നെ ഈ ആണവ കരാറിൻ്റെ ഒരു കാര്യത്തിൽ നമ്മളൊരു തീരുമാനമെടുത്തു കഴിഞ്ഞ സാമ്പത്തിക വർഷം. അതെന്താണ് ആ തീരുമാനം? നമുക്ക് പിന്നെന്താണ് ഈ വിദേശ രാജ്യങ്ങൾ ആണവ ഊർജ കേന്ദ്രങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നതിന് സഹായിക്കുന്ന തരത്തിൽ നമ്മൾ ആ നയങ്ങൾ അമേരിക്കയ്ക്ക് അനുകൂലമായിട്ട് മാറ്റിയെഴുതി. അതിൻ്റെ ഏറ്റവും അവസാനത്തതാണ് ശാന്തി ബിൽ. അവർക്ക് പിന്നെ വിദേശ രാജ്യങ്ങളുടെ പ്രസ്ഥാനങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല എന്നുള്ളത്. വേറൊരു കാര്യം, ഇപ്പം നമ്മൾ ബജറ്റ് അവതരിപ്പിച്ചതിൽ ചബഹർ പോർട്ട്. എന്താ ചബഹർ പോർട്ടിൻ്റെ പ്രാധാന്യം? നമ്മൾ വളരെ വർഷങ്ങളായിട്ട് ഇറാനുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ വളരെ തന്ത്രപ്രധാനമായ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, വികസിത രാജ്യം, വികസിത് ഭാരത് എന്ന് പറയുന്ന വികസിത് ഭാരതത്തിന് ഏറ്റവും അധികം ഗുണകരമായ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾക്ക് കയറ്റുമതി ചെയ്യാനും സെൻട്രൽ ഏഷ്യ എന്ന് പറയുന്ന മേഖലയിൽ നമ്മുടെ സാന്നിധ്യം ശക്തിപ്പെടുത്താനും അവിടുന്ന് ഊർജ്ജം ലഭിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ചർച്ച ചെയ്ത് എഗ്രിമെന്റിലാണ് ചബഹർ പോർട്ട്. ആ ചബഹർ പോർട്ടിന് ₹1 പോലും ഇപ്പം നീക്കി വെച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്മാറി. അമേരിക്ക പറഞ്ഞു നിങ്ങൾ ചബഹർ പോർട്ട് നിർത്തിക്കൊള്ളണം എന്ന് പറഞ്ഞു. നമ്മൾ പിന്മാറി. റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങിക്കാൻ എണ്ണ വാങ്ങിക്കൽ നിർത്തിയിരിക്കുന്നു. നമ്മുടെ ഇവിടെ പറഞ്ഞെന്താ, നമ്മുടെ വിദേശകാര്യമന്ത്രിയും നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ പറഞ്ഞെന്താ, നമ്മുടെ 140 കോടി ജനങ്ങളുടെ താല്പര്യങ്ങൾ ഞങ്ങൾ സംരക്ഷിക്കും. എങ്ങനെ സംരക്ഷിക്കും? ഒരു അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത്, അത് കാർഷിക മേഖലയെ പ്രധാനമായിട്ടും ആശ്രയിച്ച 60% ആളുകൾ കാർഷിക മേഖലയെ പ്രധാനമായിട്ടും ആശ്രയിക്കുന്ന ഒരു രാജ്യത്ത് പറയുകയാണ് അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഈ കാർഷിക മേഖലയിൽ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ 98-99% ഉൽപ്പന്നങ്ങൾക്കും 0 തീരുവ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാം. നമ്മൾ ഇവിടുന്ന് ഇറക്കുമതി ചെയ്യുന്നതിനോ 18% തീരുവ. എവിടെയാണ് ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിച്ചത്? നമ്മൾ ഈ ട്രംപ് വരുന്നതിന് മുമ്പ് ഇവിടെ നമ്മുടെ താരിഫ് എന്തായിരുന്നു? അമേരിക്കയിലേക്ക് നമ്മൾ ആകെ കൂടി കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഏകദാണ്ട് 3% താഴെ മാത്രം ചുങ്കം മാത്രമേ അമേരിക്കയിൽ ഏർപ്പെടുത്തിയിരുന്നുള്ളൂ. ആ 3% താഴെ മാത്രമായിരുന്നുള്ള ചുങ്കം ഇപ്പോൾ 18% വർദ്ധിപ്പിച്ച് പറയുകയാണ്. ഇവിടുത്തെ ഭരണകൂടം പറയുകയാണ് നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച്. ഇതിനേക്കാൾ ആടിനെ പട്ടിയാക്കുന്ന വല്ല പരിപാടിയുണ്ടോ എന്ന് മാത്രമാണോ? ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ 18% ഞങ്ങൾ ആക്കി കുറച്ചിരിക്കുന്നു. 3% 18% ആക്കിയത്. നമ്മളോ പിന്നെ എന്താണ്, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു, നിങ്ങൾക്ക് അതുകൊണ്ട് 20% ചുങ്കം. ലോകത്തെവിടെയെങ്കിലും നടക്കുന്നതാണ്. ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യം ഏത് രാജ്യത്ത് നിന്ന് എന്ത് വാങ്ങണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമുക്കുള്ളതല്ലേ? നമ്മൾ നിരന്തരം പറയുമല്ലോ നമ്മുടെ പ്രധാനമന്ത്രി വളരെ ശക്തനായ പ്രധാനമന്ത്രിയാണ്, 56 ഇഞ്ച് നെഞ്ച് അളവുള്ള പ്രധാനമന്ത്രിയാണ്. എവിടെയാണ് ഈ നെഞ്ചളവ് കാണിച്ചിട്ടുള്ളത്? ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നപ്പോൾ നമ്മൾ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ട്രംപ് പറഞ്ഞു ഞാൻ എന്താ യുദ്ധം അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ തരത്തിൽ അതൊരു കരാർ എന്ന് പറഞ്ഞാൽ ഒരു ബൈലാറ്ററൽ കരാർ, ഒരു ഉഭയകക്ഷി വ്യാപാര കരാർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 രാജ്യങ്ങളും നിരന്തരമായി ചർച്ച ചെയ്യുക, 2 രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഒരു കരാറിൽ ഒപ്പിടുക, എന്നിട്ട് നമ്മൾ അതിനെ അംഗീകരിക്കുക. ഇവിടെ ഇപ്പൊ പറയാണ് ഞങ്ങൾ പ്രതിരോധിച്ചു. എങ്ങനെ പ്രതിരോധിച്ചു? ഇപ്പൊ ഈ ട്രംപിന്റെ പ്രഖ്യാപനം വന്നതിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു എനിക്ക് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ ഞാൻ അഭിനന്ദിക്കുന്നു, അദ്ദേഹം ഈ ഒരു കരാറിലേക്ക് വന്നതിനെ ഞാൻ അനുമോദിക്കുന്നു എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രഖ്യാപിച്ച കരാറിനെ ഞങ്ങൾ അംഗീകരിക്കുന്ന എന്ന് മാത്രമാണോ? പീയൂഷ് ഗോയൽ പറഞ്ഞെന്താണ്? പീയൂഷ് ഗോയൽ പറഞ്ഞു അദ്ദേഹം ലോക സമാധാനത്തിന് വേണ്ടി നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ അനുമോദിക്കുന്നു, ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. എന്ത് ലോക സമാധാനമാണ്? സ്വർണത്തിന്റെ വില എന്താണ്? ഒരു പൗണ്ട് സ്വർണത്തിന്റെ വില 1,20,000 രൂപയാണ്. ആരാണ് ഈ സ്വർണത്തിന്റെ വില പരുവത്തിലെത്തിച്ചത്?
ട്രംപ് കൊണ്ടുവന്ന ഈ സാമ്പത്തിക അരാജകാവസ്ഥ, താരിഫ് എന്ന് പറയുന്ന പ്രഖ്യാപനത്തിലൂടെ കൊണ്ടുവന്ന സാമ്പത്തിക അരാജകാവസ്ഥയുടെ ഫലമല്ലേ ഈ സ്വർണ്ണത്തിന്റെ ഇത്രയ്ക്കും വിലക്കയറ്റം? ഈ വെനസ്വേലയിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ നടത്തുന്ന ശ്രമമല്ലേ? ഇറാന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ നടത്തുന്ന ശ്രമമല്ലേ? അങ്ങനെ തന്നിഷ്ടപ്രകാരം ലോക രാഷ്ട്രീയത്തെയും ലോക സമ്പദ് വ്യവസ്ഥയും ഈ ആന കരിമ്പുത്തോട്ടത്തിൽ കയറുന്നത് പോലെ ചവിട്ടി അരച്ച് ഇല്ലാതാക്കുന്ന ഒരു ഭരണാധികാരിയെ, അപകടകാരിയായിട്ടുള്ള ഭരണാധികാരിയെ നമ്മൾ ചോദ്യം ചെയ്യുകയാണ് വേണ്ടത്, നമ്മൾ എതിർക്കുകയാണ് വേണ്ടത്. നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ്. നമ്മൾ തന്നെ പറയുന്നു ജനാധിപത്യത്തിന്റെ അമ്മയാണ്. ഇവിടെ എവിടെയാണ് നമ്മൾ ഈ ട്രംപ് പ്രഖ്യാപിച്ചതിനെ നമ്മൾ എതിർക്കാൻ പോകുന്നത്? 60% കർഷകരുള്ള രാജ്യമാണ്. ആ 60% നമ്മൾ പറഞ്ഞു, നിരന്തരം പറഞ്ഞു, ഞങ്ങൾ ഒരു കാരണവശാലും കാർഷിക മേഖല തുറന്നു കൊടുക്കില്ല, ക്ഷീരവികസന മേഖല തുറന്നു കൊടുക്കില്ല. അങ്ങനെ ഒരു തുറന്നു കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പറയാണ് ഞങ്ങൾ എന്താണ് ഇവിടെ ഇറക്കുമതി. കോളിൻ ബ്രൂക്സ് പറഞ്ഞെന്താണ്? ഇതാ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടാൻ പോകുന്നു, ഈ റൂറൽ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടാൻ പോകുന്നു, കാരണം പ്രധാനമന്ത്രി മോഡി ഇത് അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ പറയേണ്ടത്? നമ്മളൊരു ധീരമായ ഭരണാധികാരിയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്, ഞങ്ങൾ ഇതിനെ അംഗീകരിക്കുന്നില്ല, ഞങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നതിന് പകരം നമ്മൾ വിജയിച്ചിരിക്കുന്നു, ഇന്ത്യയുടെ 140 കോടി ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചിരിക്കുന്നു എന്ന് പറയാൻ വാസ്തവത്തിൽ ഈ ജനങ്ങളെ ഇങ്ങനെ വിഡ്ഢികളാക്കേണ്ട കാര്യമുണ്ടോ? ഒരു ബൈലാറ്ററൽ എഗ്രിമെന്റിന് ട്രാൻസ്പെറൻസി പ്രധാനമാണ്, മ്യൂച്വാലിറ്റി ഓഫ് ഇൻട്രസ്റ്റ് പ്രധാനമാണ്, റെസിപ്രോസിറ്റി പ്രധാനമാണ്. ഇങ്ങനെയുള്ള പാരസ്പര്യവും പരസ്പര താല്പര്യങ്ങളും ആഭ്യന്തര നയങ്ങളും ഇവയൊക്കെ ബഹുമാനിച്ചുകൊണ്ടാണ് ഒരു ബൈലാറ്ററൽ എഗ്രിമെന്റ്, ഒരു പരസ്പരം എഗ്രിമെന്റ് ഉണ്ടാവേണ്ടത്. ഇതിൽ എവിടെയാണ് ഈ പറഞ്ഞ മ്യൂച്വാലിറ്റി ഓഫ് ഇൻട്രസ്റ്റ് ഉള്ളത്, ട്രാൻസ്പെറൻസി ഉള്ളത്, പിന്നെ ഡൊമസ്റ്റിക് പോളിസി എവിടെയാണ് അംഗീകരിച്ചിട്ടുള്ളത്? ഇതൊന്നുമില്ലാതെ ഇപ്പം നമ്മളൊരു പത്രം എഴുതിയല്ലോ, അറിയില്ല സാർ എന്ന് പറയുന്ന തരത്തിൽ എന്താണ് ഈ കരാറിൽ ഉള്ളത് എന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഞങ്ങളെ 140 കോടി ജനങ്ങളെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടുള്ള വളരെ അപകടകരമായ അതായത് നമ്മൾ വികസിത ഭാരതം എന്ന് പറയുന്ന ആത്മനിർഭർ ഭാരതം എന്ന് പറഞ്ഞ് പോകുന്ന ഭാരതത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള, സാമ്പത്തികമായി തകർക്കാൻ വേണ്ടിയിട്ടുള്ള അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന പോളിസി. അമേരിക്ക ഫസ്റ്റ് ആകുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇന്ത്യ ലാസ്റ്റ് ആവുകയാണ്. അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യ ഫസ്റ്റ് എന്നാണ് നമ്മൾ പറയേണ്ടത്. ഇന്ത്യ ഫസ്റ്റ് എന്ന് പറയുന്ന നേരം നിങ്ങളുടെ താല്പര്യങ്ങളെല്ലാം കീഴ്വഴങ്ങിക്കൊണ്ട് പോകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്ന ഒരു കീഴ്വഴങ്ങുന്ന സർക്കാരാണ് ഇന്ത്യയുടെ സർക്കാർ എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. ചോദ്യം ചെയ്യാതെ അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ അഗ്രിമെന്റിനെ അംഗീകരിക്കാനുള്ള ഇന്ത്യൻ തീരുമാനം തീർച്ചയായും അതൊരു വലിയ സറണ്ടറാണ്. ഫ്രാൻസിസ് ജോർജ് എം പി കൂടി. ഫ്രാൻസിസ് ജോർജ്, അമേരിക്കൻ ട്രേഡ് റെപ്രസെന്റേറ്റീവ് ജെയ്സൺ ഗ്രീറും US കൃഷി സെക്രട്ടറി ബ്രൂക്ക് റോളിൻസും ഒരേപോലെ പറയുന്നത് അമേരിക്ക ഫസ്റ്റ് പോളിസി അനുസരിച്ച് അമേരിക്കൻ കാർഷികോൽപ്പന്നങ്ങളുടെ നിർബാധമായ ഇറക്കുമതി ഇന്ത്യ അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അമേരിക്കൻ കാർഷികോൽപ്പന്നങ്ങൾ ഇപ്പോൾ തന്നെ അമേരിക്ക തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ട്രേഡ് വാറിനാൽ കെട്ടിക്കിടക്കുകയാണ്, അതല്ലെങ്കിൽ അവർ വലിയ നഷ്ടം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ വിപണിയിലേക്ക് ഇന്ത്യൻ കർഷകരുടെ താല്പര്യങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന വിധത്തിൽ അമേരിക്കൻ കാർഷികോൽപ്പന്നങ്ങൾ ഒഴുകുകയാണോ ചുങ്കമില്ലാതെ? അതെന്ത് വലിയ ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക? എങ്ങനെ കാണണം ഇതിനെ? തീർച്ചയായിട്ടും ഇത് അതീവ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്ക് ഒരുപക്ഷെ ഇന്ത്യയുടെ കാർഷിക മേഖലയെ തള്ളിവിടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. കാരണം ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഞാനിപ്പോ ഈ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് കേന്ദ്ര ഗവൺമെന്റ് വിളിച്ചു ചേർത്ത് സർവകക്ഷി യോഗം ഉണ്ടായിരുന്നു. പാർലമെന്റിലെ എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികൾ പങ്കെടുത്ത സർവകക്ഷി യോഗത്തിൽ ഞാൻ ഈ വിഷയം ഉന്നയിച്ചിരുന്നു. ഈ രാജ്യത്ത് അപ്പൊ അന്ന് ആ ദിവസങ്ങളിലാണ് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള കരാറുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു, അതോടൻ ഒപ്പിടാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ വന്നത്. അപ്പോൾ ഞാൻ പാർലമെന്റിൽ സർവകക്ഷി യോഗത്തിൽ പറഞ്ഞു, ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ ഇന്ത്യ US-ഉമായിട്ടുള്ള കരാറുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇപ്പൊ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള കരാർ ഒപ്പിടാൻ പോകുന്നു, UK-യുമായി കരാർ ഒപ്പിട്ട് കഴിഞ്ഞു, കാനഡയുമായുണ്ട്, ഓസ്ട്രേലിയയുമായുണ്ട്. അങ്ങനെ ലോകം മുഴുവൻ നമ്മൾ സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഏർപ്പെടുകയാണ്. കേന്ദ്ര ഗവൺമെന്റിനോട് ഇപ്പൊ കരാറിൽ ഏർപ്പെടാൻ പറ്റില്ല എന്നൊക്കെ പറയാൻ ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യമാണ്. ഈ രാജ്യത്തെ സംസ്ഥാനങ്ങളുമായി, കാരണം ഇതിന്റെ റിസീവിംഗ് എൻഡിൽ നിൽക്കുന്നത് എപ്പോഴും സംസ്ഥാനങ്ങളും രാജ്യത്തിന്റെ വിവിധ മേഖലകളിലുള്ള ജനവിഭാഗങ്ങളുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങളുമായി ഈ കാര്യം ചർച്ച ചെയ്യാൻ തയ്യാറാകണം എന്ന് സർവകക്ഷി യോഗത്തിൽ വളരെ ശക്തമായി ഞാൻ ആവശ്യപ്പെടുകയുണ്ടായി. ഗവൺമെന്റ് അതിനോടൊരു തണുപ്പൻ സമീപനമാണ്, സമയം പോകുന്നു, പെട്ടെന്ന് നിർത്തണം എന്നൊക്കെയുള്ള രീതിയിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ശരിയല്ല, ഈ സമീപനം തന്നെ ശരിയല്ല. എന്താണെങ്കിലും ഇപ്പൊ തന്നെ ഈ സമ്മേളനത്തിൽ തന്നെ നമുക്കിപ്പോൾ അത് പ്രകടമായി വ്യക്തമായിരിക്കുകയാണ്. അമേരിക്കയുടെ ഏകപക്ഷീയമായിട്ടുള്ള ഒരുതരം ഡിക്റ്ററ്റോറിയൽ സമീപനത്തെ നമ്മുടെ രാജ്യം പഞ്ചപുച്ഛമടക്കി അനുവദിച്ചു അല്ലെങ്കിൽ സമ്മതിച്ചു എന്ന് കാണിക്കുന്നതാണ് ഇപ്പോ ഈ കരാറിനെ സംബന്ധിച്ച് പ്രസിഡന്റ് ട്രംപിന്റെ പ്രസ്താവന വന്നതിന് ശേഷം നമ്മുടെ ഗവൺമെന്റിന്റെ പ്രതികരണം. ഇന്നലെ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ വളരെ വാചാലമായിരുന്നു സംസാരിക്കുന്ന ടിവിയിൽ നമ്മളെല്ലാം കേട്ടല്ലോ. ഒരു കാര്യത്തിന് പോലും കൃത്യമായ ഒരു മറുപടി അത് സംബന്ധിച്ചൊരു പ്രതികരണം അദ്ദേഹം നടത്തിയില്ല. ഒന്നും അനുവദിക്കുന്നില്ല. പ്രതിപക്ഷത്തെ വിമർശിക്കുകയാണ്. നമ്മളത് പ്രതിപക്ഷം വിമർശിച്ചത് എന്തോ വലിയ അപരാധമാണ്, രാജ്യദ്രോഹമാണെന്നുള്ള മട്ടിലാണ് പറയുന്നത്. ഇവിടെ ഇപ്പൊ സംഭവിക്കാൻ പോണ എന്താണ്?
50% ആക്കിയിരുന്നത്. അത് 50% എന്ന് പറഞ്ഞ് 25% നമ്മൾ റഷ്യൻ ഓയിൽ വാങ്ങുന്നതിനുള്ള ഒരു ഫൈനാണ് ട്രംപ്. അതിനു മുമ്പ് 25%. ആ 20%-ൽ നിന്ന് 18% ആക്കി എന്ന് പറയുമ്പോൾ അതിന് പകരമായി നമ്മൾ കൊടുക്കുന്നത് അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾ, പാല് ഉൾപ്പെടെയുള്ള ക്ഷീര മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ട് വ്യക്തമായി മറുപടിയില്ല. കർഷകരുടെ താല്പര്യം സംരക്ഷിക്കും, ക്ഷീരമേഖലയുടെ താല്പര്യം സംരക്ഷിക്കും എന്നൊക്കെ പറയുന്നതല്ലാതെ കൃത്യമായി അതില്ല എന്ന് പറയാൻ വാണിജ്യമന്ത്രിയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരോ പ്രധാനമന്ത്രിയോ ഒന്നും തയ്യാറായിട്ടില്ല. അപ്പൊ നമുക്ക് 18%, അമേരിക്ക ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതിനെല്ലാം 0 തീരുവയാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. അപ്പോ നമുക്ക് നമ്മുടെ കർഷകർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ കാർഷിക മേഖലയ്ക്ക് എങ്ങനെയാണ് പിടിച്ചു നിൽക്കാൻ കഴിയുക? കാർഷിക മേഖല മാത്രമല്ല, മാനുഫാക്ചേർഡ്, നമ്മളുടെ മാനുഫാക്ചറിംഗ് രംഗത്ത്, വ്യാവസായിക രംഗത്ത്, മെഡിക്കൽ ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലയും ഇത് ബാധിക്കാൻ പോവുകയാണ്. അവർക്കൊന്നും 99% വ്യവസായ ഉൽപ്പന്നങ്ങൾക്കും തീരുവ ഒഴിവാകും എന്നാണ്. നിലവിൽ 13% തീരുവയുണ്ട്. ആ 13% ഒഴിവാക്കി 99% വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്കും 0 തീരുവയാക്കുകയും കാർഷിക ഉൽപ്പന്നങ്ങൾക്ക്, ഇവിടെ ഇപ്പോൾ വൈൻ, ബിയർ, പഴങ്ങൾ, പച്ചക്കറികൾ തുടങ്ങി ഉൽപ്പന്നങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ 0 തീരുവയാക്കുകയും ചെയ്താൽ നമ്മുടെ സ്ഥിതി എന്തായിരിക്കും? അതുപോലെ തന്നെ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ നമ്മളിപ്പോ US ഓയിൽ വെനസ്വേല വഴി US ഓയിൽ വാങ്ങണം. അത് കൂടിയ നിരക്കിൽ വാങ്ങിയാൽ ഇവിടുത്തെ നമ്മളുടെ ജനങ്ങളുടെ ഈ പറയുന്ന ഈ എണ്ണ ഫ്യൂവൽ സംബന്ധിച്ചുള്ള സുരക്ഷ എങ്ങനെയാണ് ഉറപ്പാക്കാൻ കഴിയുക? തീർച്ചയായിട്ടും ഒരുപാട് ചോദ്യങ്ങൾ, നിശ്ചയമായിട്ടും ഒരുപാട് ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്കൊക്കെയാണ് ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ ഫ്രാൻസിസ് ജോർജ്, ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാറുണ്ട് ശ്രീ JR പത്മകുമാർ. നോക്കൂ, ഇപ്പൊ അമേരിക്കയുടെ കഴിഞ്ഞ ഒരു വർഷത്തെ നയങ്ങൾ മൂലം അവരുടെ കാർഷിക മേഖലയിലെ കയറ്റുമതിക്ക് സംഭവിച്ചത് എന്താണ്? ഞാൻ കണക്ക് പറയാം. അമേരിക്കയുടെ സോയ എക്സ്പോർട്ട് 2024 അത് $34.4 ബില്യൺ ആയിരുന്നുവെങ്കിൽ അത് $24.5 ബില്യൺ ആയി കുറഞ്ഞു. കോൺ എക്സ്പോർട്ട് 18.6 ബില്യൺ നിന്ന് 13.9 ബില്യൺ ആയി കുറഞ്ഞു. എന്ന് പറഞ്ഞാൽ അമേരിക്ക തന്നെ ഉണ്ടാക്കിയിട്ടുള്ള വാണിജ്യ യുദ്ധം അമേരിക്കയുടെ കാർഷികോൽപ്പന്നങ്ങളുടെ കയറ്റുമതിയെ പ്രതികൂലമായി ബാധിച്ചു. അപ്പൊ ആ പ്രശ്നം പരിഹരിക്കാൻ അമേരിക്കയിലെ കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുണ്ട്. ഡൊണാൾഡ് ട്രംപിന് അദ്ദേഹത്തിന്റെ നാട്ടിലെ കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുണ്ട്. അതുകൊണ്ട് ചുങ്കമില്ലാതെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ ഇവിടുത്തെ കർഷകരുടെ താല്പര്യം ആര് സംരക്ഷിക്കും? ഇത് നമ്മളൊരു പ്രതിയോഗിയെ സൃഷ്ടിച്ചിട്ട് അത് അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യുമെന്ന് പറയും വേറൊരാളുടെ എതിർക്കുക എന്നുള്ളൊരു ലൈനാണ് ഇതിലൊന്ന്. ഇത് ഇപ്പോൾ ഫ്രാൻസിസ് ജോർജ് പറഞ്ഞതും മറ്റു നേരത്തെ വിദേശ നമ്മുടെ ജോസഫ് ആന്റണി അദ്ദേഹം പറഞ്ഞ കാര്യം പറഞ്ഞാൽ ഇങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. സംഭവിക്കുമ്പോഴല്ലേ ഉള്ളൂ. ഇപ്പോ ഞാനത് പറഞ്ഞോട്ടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുകയാണ്, ഞങ്ങളൊരു ധാരണയിൽ ഒരു വ്യാപാര കരാറിൽ എത്തിയിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ട് ഒരു ഔട്ട്ലൈൻ എത്തിയിട്ടുണ്ട്, അത് ഞങ്ങൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ സുഹൃത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഇങ്ങനെ ഒരു ധാരണയിൽ എത്തി എന്ന് പറഞ്ഞ് ഞങ്ങൾ സ്വാഗതം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരുടെ ഭാഗത്തു നിന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് വരുന്നുണ്ട്. സെക്ടർ വൈസ് ചർച്ച വരുന്നുണ്ട്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള, നേരത്തെ ഞാൻ പറഞ്ഞു, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ വന്ന് അതിനോട് ഒരു കാരണവശാലും ഇന്ത്യയിലെ കർഷകരെ ബാധിക്കുന്ന ഒരു പ്രശ്നം ഞങ്ങൾ തീരുമാനം എടുക്കില്ല എന്ന് ഇന്ത്യ ഗവൺമെന്റിന്റെ ഇന്ത്യ ഗവൺമെന്റ് ചുമതലപ്പെട്ട ആളുകൾ പറയുമ്പോൾ അത് ഞങ്ങൾ വിശ്വസിച്ചില്ല, അങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. റഷ്യയിൽ നിന്ന് ഈ ഓയിൽ വാങ്ങില്ല എന്ന് അമേരിക്ക പറഞ്ഞു എന്ന് ട്രംപ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു. പാടില്ല. ഇന്ത്യ സമ്മതിച്ചിട്ടുണ്ടോ? റഷ്യയിൽ നിന്ന് ഇന്ത്യ എപ്പോഴാണ് വാങ്ങാൻ തുടങ്ങിയത്? ഓയിൽ വാങ്ങാൻ തുടങ്ങിയത് എന്താ? ഇന്ത്യയുടെ താല്പര്യം എന്താ? ഇന്ത്യക്ക് കുറഞ്ഞ രീതിയിൽ ഇത് കിട്ടണം. അതോടൊപ്പം തന്നെ നമ്മുടെ സൗഹൃദ രാഷ്ട്രങ്ങളുമായിട്ടുള്ള ബന്ധം നിലനിർത്തി പോകണം. ഇന്ത്യക്ക് കുറഞ്ഞ റേറ്റിൽ സാധനങ്ങൾ കിട്ടണം എന്നുള്ളതാണല്ലോ. അത് ആരെ സംരക്ഷിക്കാൻ? ഇന്ത്യയുടെ ജനങ്ങൾ സംരക്ഷിക്കാൻ. അതിന് മറിച്ചൊരു തീരുമാനം എടുത്തില്ലല്ലോ. ട്രംപ് പറഞ്ഞതാണ് നിങ്ങൾക്ക് വിശ്വാസം, അത് മാത്രമേ നിങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട യുദ്ധം ഞാൻ പറഞ്ഞിട്ടാണ് നിർത്തിയത് എന്ന് ട്രംപ് പറഞ്ഞു. ഇന്ത്യ എപ്പോഴെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടോ? ഇന്ത്യ എപ്പോഴെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടോ? അല്ലല്ല, നിങ്ങൾ എപ്പോഴും പറയുന്നത് ട്രംപ് പറയുന്ന കാര്യങ്ങളിൽ സംബന്ധിച്ചിട്ട് അത് വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു ഞങ്ങൾ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നില്ല എന്ന്. ഇന്ത്യയുടെ മന്ത്രി നമ്മുടെ പീയൂഷ് ഗോയൽ പറഞ്ഞു, അല്ലെങ്കിൽ പെട്രോളിയം വകുപ്പ് മന്ത്രി പറഞ്ഞു. ആരും പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് ഇന്ത്യയെ എതിർക്കണം, അല്ലെങ്കിൽ നമ്മുടെ മോഡിയെ എതിർക്കണം, ഇന്ത്യയുടെ പോളിസി എടുക്കണം. ഞങ്ങൾക്ക് ജനഹിതം ഞങ്ങൾക്ക് അനുകൂലമായി വന്നു. അത് നടപ്പിൽ വരുത്തിയത് കൊണ്ടാണ് ഇന്ന് ഇന്ത്യ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയത്.
ട്രില്യൺ ഡോളർ എക്കോണമിയിലേക്ക് പോകുന്നത്. ലോകരാഷ്ട്രങ്ങളെല്ലാം പറയുന്നത് ഒരു ഫാസ്റ്റ് ഗ്രോയിങ് എക്കോണമിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇതെല്ലാം സംഭവിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എടുത്തിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. അതൊക്കെ നമ്മൾ 90-കൾ മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ ഇന്ത്യയുടെ ഗ്രാഫ് എപ്പോഴും മുകളിലേക്കാണ്. ഇവിടുത്തെ പ്രശ്നം എന്താ നോക്കൂ. ഇപ്പൊ അങ്ങ് പറഞ്ഞു ഞങ്ങള് റഷ്യയിൽ നിന്ന് വാങ്ങുന്നില്ല എന്ന് പറഞ്ഞോ? ഇല്ല, പറഞ്ഞിട്ടില്ല. ഡൊണാൾഡ് ട്രംപ് പറയുന്നു ഇന്ത്യ ഇനിമേലിൽ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നില്ല, പകരമോ ഞങ്ങളിൽ നിന്ന് വെനസ്വേലൻ ഓയിൽ വാങ്ങും. വെനസ്വേല എന്ന് പറയുന്ന രാജ്യത്തെ ഒരു പരമാധികാര രാജ്യത്തെ ഭരണാധികാരിയെ ഒരു രാത്രിയുടെ മറവിൽ പിടിച്ചോണ്ട് വന്ന് അവിടുത്തെ റെജീം ചേഞ്ച് സാധ്യമാക്കിയിട്ട് വെനസ്വേല എന്ന് പറയുന്ന രാജ്യത്തെ എണ്ണ എടുത്തിട്ട് ഇന്ത്യക്ക് വിൽക്കാന്നാണ് ട്രംപ് പറയുന്നത്. സാർ ഒന്ന് ആലോചിച്ചു നോക്ക്. നമ്മൾ പറയുന്നത് എന്താ? റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത്, കാരണം റഷ്യയുടെ എണ്ണ വാങ്ങുന്നത് വഴി നിങ്ങൾ ഉക്രൈനെതിരായ യുദ്ധത്തെ ഫണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് വാദം. ഇന്ത്യ സ്വന്തമായി അന്താരാഷ്ട്ര നിയമലംഘനം നടത്തിയിട്ടാണ് വെനസ്വേലയിൽ റെജീം ചേഞ്ച് ഉണ്ടാക്കിയത് ഡൊണാൾഡ് ട്രംപ്. ഓയിൽ വാങ്ങുന്നത് ഓയിൽ വാങ്ങുന്നതിന് ഇന്ത്യക്ക് ഇഷ്ടമുള്ള രാജ്യങ്ങളിൽ നിന്ന് വാങ്ങും. കുറഞ്ഞ വിലയ്ക്ക് എവിടെ നിന്ന് കിട്ടും അത് വാങ്ങും. അതുകൊണ്ട് റഷ്യയിൽ നിന്ന് വാങ്ങുന്നില്ല നിലപാട് എടുത്തിട്ടില്ല. നാളെ മറ്റൊരു സ്ഥലത്ത് നിന്നാണ് കൂടുതൽ കുറച്ച് കിട്ടുന്നതാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് വാങ്ങും. അത് ആരുടെ താല്പര്യം? ഇന്ത്യയിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനും ഇന്ത്യയിലെ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനും ഇന്ത്യയുടെ കർഷകരുടെ ഒരു കാരണവശാലും ഇന്ത്യയുടെ കർഷകരുടെ താല്പര്യം സംരക്ഷിക്കില്ല. അത് ഭാവിയിൽ കണ്ടതാണല്ലോ. ഇന്ത്യ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ള ജനങ്ങളെ സംരക്ഷിക്കും. ഇപ്പൊ എന്താ പറ്റിയത്? നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇങ്ങനെ ഒരു വലിയ നിലപാടെടുത്തു, നമ്മുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് വ്യാപാര കരാർ ഒപ്പിടാനുള്ള ഒരു തയ്യാറെടുപ്പ് നടക്കുന്ന സമയത്താണ് ഇന്ത്യ അതിനെ ശക്തമായി എതിർക്കുകയും യൂറോപ്യൻ യൂണിയനുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. ഒരു വർഷക്കാലം നീണ്ടുന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നമ്മളൊരു വലിയ കരാർ ഒപ്പിട്ടു. ആ കരാർ ഒപ്പിട്ട കഴിഞ്ഞ സമയത്താണ് ഇപ്പോൾ നേരത്തെ എടുത്ത നിലപാടിൽ നിന്നും മാറ്റം വരുത്തിക്കൊണ്ട് അമേരിക്ക ഇങ്ങോട്ട് വരികയാണ്. ഇങ്ങോട്ട് വന്നിട്ട് അവരൊരു നിലപാട് പ്രഖ്യാപിച്ചു. ഒരു വ്യാപാര കരാറിൽ അല്ലെങ്കിൽ തീരുമാനം സംബന്ധിച്ച് ഒരു ധാരണയിൽ എത്തുന്നതിൽ ഞങ്ങൾക്ക് സമ്മതമാണെന്ന് പറയുമ്പോൾ ഇന്ത്യ അമേരിക്കയുമായി ഒരു കരാറും ഉണ്ടാക്കില്ല എന്നുള്ളതാണോ? അത് നിങ്ങൾ കരാർ ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് വരുമ്പോഴോ നമ്മളൊരു കരാർ ഒപ്പിട്ട് ഓരോ സെക്ടർ ബേസിൽ ഇന്ത്യയുടെ താല്പര്യം എങ്ങനെയാണ് സംരക്ഷിച്ചിട്ടുള്ളത് വരുമ്പോഴല്ലേ നിങ്ങൾ മുൻവിധിയോടുകൂടി ഇന്ത്യ ഗവൺമെന്റിന്റെയും നരേന്ദ്രമോദിയെയും പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് നമ്മൾ ചർച്ച ചെയ്ത് നിങ്ങളുടെ സമീപനമാണ്, അല്ലെങ്കിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ നിലപാടുകളാണ്. അമേരിക്കൻ അഗ്രികൾച്ചർ സെക്രട്ടറി അവരവരുടെ താല്പര്യങ്ങൾ പറയും. ഇന്ത്യയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ താല്പര്യം പറയേണ്ടത് ഇന്ത്യ ഗവൺമെന്റ് ആണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണാധികാരം ആണ്. പാർലമെന്റിൽ ചർച്ച കഴിഞ്ഞ് വരട്ടെ, ചർച്ച വരട്ടെ. പീയൂഷ് ഗോയലിനോട് ചോദിക്കാൻ 100 ചോദ്യങ്ങളുണ്ടല്ലോ. പീയൂഷ് ഗോയൽ എന്തെങ്കിലും പറയാൻ, ഉത്തരം പറയാൻ തയ്യാറാണോ? ഒരു തീരുമാനത്തിലെത്താതെ എങ്ങനെ പാർലമെന്റിൽ പറയും ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് പറയാൻ കഴിയുമോ? തീർച്ചയായിട്ടും പാർലമെന്റിൽ വരും ചർച്ച. പാർലമെന്റിനോട് അക്കൗണ്ടബിൾ ആണോ, ജനങ്ങളോട് അക്കൗണ്ടബിൾ ആണോ, ജനങ്ങളെ ഇരുട്ടിൽ നിർത്തുന്നുണ്ടോ? ഇതൊക്കെയാണ് പ്രശ്നം. നോക്കൂ, കഴിഞ്ഞ സാമ്പത്തിക വർഷം പാർലമെന്റ് പോലും അറിയാതെ കരാർ ഒപ്പിടാൻ പോയത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യയുടെ അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി എന്ന് പറയുന്നത് $45.62 ബില്യൺ. ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തത് $86.51 ബില്യൺ. 500 ബില്യൺ ആയിട്ട് ഇറക്കുമതി വർദ്ധിപ്പിക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. വർഷം 100 ബില്യൺ. ഇപ്പോഴത്തെ 45.62 ബില്യണിൽ നിന്ന് ഇത്ര വലിയ തോതിൽ അമേരിക്കയുടെ ഇറക്കുമതി ഇങ്ങോട്ടുള്ള കയറ്റുമതി അത് വർദ്ധിപ്പിക്കുന്നത് എങ്ങനെ? ഒരു രാജ്യം വേറൊരു രാജ്യമായി കരാറിൽ ഒപ്പിടുമ്പോ അല്ലെങ്കിൽ വ്യാപാര കരാറിൽ ഒപ്പിടുമ്പോ ഈ നമ്മുടെ രാജ്യത്തെ വളർത്തുകയാണ് അവരുടെ ലക്ഷ്യം. അവരവരുടെ താല്പര്യങ്ങൾ പറയും. താല്പര്യങ്ങൾക്ക് എന്തിനു വഴങ്ങുന്നു? ഇന്ത്യൻ ജനതയുടെ താല്പര്യം, ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടറുടെ താല്പര്യം, ഇന്ത്യൻ കർഷകരുടെ, ഇന്ത്യയിലെ ക്ഷീര കർഷകരുടെ, ഇന്ത്യയുടെ വാണിജ്യ വ്യവസായ രംഗത്തിന്റെ ഒക്കെ താല്പര്യം ആര് സംരക്ഷിക്കണം? ഓയിൽ റഷ്യയിൽ നിന്ന് വാങ്ങില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. ഇന്ത്യ ഗവൺമെന്റ് ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ കുറെ അഭിപ്രായങ്ങൾ സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചയിലേക്ക് ഉണ്ട്. ഷെയർ റഹീം MP, BJP-യുടെ വാദം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല എന്ന് ഇന്ത്യ നിലപാടെടുത്തിട്ടില്ല, അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഇതുപോലെ സീറോ താരിഫ് ഇറക്കുമതി എന്ന കാര്യത്തിൽ ഇന്ത്യ തീരുമാനമെടുത്തിട്ടില്ല, ഒരു ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിട്ടില്ല, കരാറിൽ സൈൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഉള്ളതൊക്കെ അന്തരീക്ഷത്തിലുള്ളത് മാത്രമാണ് എന്നാണ് വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അരിയാഹാരം കഴിക്കുന്ന, ഇനി ഏതാഹാരം കഴിക്കുന്ന ആളായാലും വിശ്വസിക്കാൻ കഴിയില്ല. ഇനി അടുത്ത് മനസ്സിലാക്കേണ്ടത് നിയോ കൊളോണിയലിസത്തിൻ്റെ നവ കോളനിവൽക്കരണത്തിൻ്റെ മറ്റൊരു മാതൃകയാണ്.
യഥാർത്ഥത്തിൽ എന്താണ് ട്രംപ് ലോകത്തോട് പ്രഖ്യാപിച്ചിരിക്കുന്നത്? അദ്ദേഹം പ്രഖ്യാപിക്കുന്ന ഒരു ട്രേഡ് വാറാണ്. അങ്ങനെ തന്നെയാണ് അത് വിശേഷിപ്പിക്കപ്പെടുന്നത്, വ്യാപാര യുദ്ധം. നമുക്ക് സാമ്രാജ്യത്വത്തിൻ്റെ അല്ലെങ്കിൽ അധിനിവേശത്തിൻ്റെ പുതിയ വഴികളാണ്. എങ്ങനെയാണ് ബ്രിട്ടൻ ഇന്ത്യയുടെ ഭരണക്കാരായി മാറിയത്? ഇന്ത്യ എന്ന രാജ്യത്തിൽ കച്ചവടത്തിന് വന്ന് പിന്നീട് ഭരണക്കാരായി മാറിയ ബ്രിട്ടൻ്റെ അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് ആധിപത്യത്തിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷനുണ്ട്. നമുക്കത് അറിയാവുന്നതാണ്, ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതിനെ ബ്രിട്ടനെ ഇന്ത്യയിൽ നിന്ന് തുരത്തിയതിന് ശേഷമാണ് 47 നമ്മൾ സ്വാതന്ത്ര്യം നേടുന്നത്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്ക ഏകപക്ഷീയമായി അവർ പ്രഖ്യാപിച്ച അവരുടെ താല്പര്യത്തിന് അമേരിക്ക ഫാസ്റ്റ് എന്ന ഒരൊറ്റ പോളിസിയിൽ അമേരിക്കയ്ക്ക് ഒന്നാമതെത്തണം, അവരുടെ താല്പര്യങ്ങളെ മാത്രം മുൻനിർത്തിയുള്ള ഒരു ട്രേഡ് വാർ, ആ വ്യാപാര യുദ്ധത്തിൽ ഇന്ത്യ എന്ന പരമാധികാര റിപ്പബ്ലിക് കീഴടം കൊടുത്തിരിക്കുകയാണ്. അതാണ് പ്രശ്നം. അപ്പം ഞാൻ വളരെ ലളിതമായി ശ്രീ പത്മകുമാറിനോട് ചോദിക്കുന്നത്, ഇനി പറയാൻ മടിക്കരുത്, യഥാർത്ഥത്തിൽ മോദിക്ക് പേടിയാണോ? തന്നെ രാത്രിയിൽ വെനിസ്വലയുടെ ഭരണാധികാരിയെയും അദ്ദേഹത്തിൻ്റെ സ്പൗസിനെയും വന്ന് തട്ടിക്കൊണ്ടു പോയതുപോലെ ഒരു രാത്രിയിലെങ്ങാനും അമേരിക്ക നമ്മളെല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ഇവിടേക്ക് ഏതെങ്കിലും സൈനിക വ്യൂഹത്തെ പറഞ്ഞയച്ച് തന്നെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഭയപ്പെടുകയാണോ? എങ്കിൽ ഭയപ്പെടരുത് എന്നാണ് പറയാനുള്ളത് ഞങ്ങൾക്ക്. അദ്ദേഹം ഭയപ്പെടരുത്, പറയണം അദ്ദേഹത്തോട് ഭയപ്പെടരുതെന്ന്. എന്തിനാണ് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കൊപ്പമെങ്കിലാണ് ഇതിലേക്കില്ലേ? അങ്ങനെ അമേരിക്കയുടെ തിട്ടൂരത്തിന് മുമ്പിൽ സംഘപരിവാർ കീഴടങ്ങിയത് പറഞ്ഞാൽ ഈ രാജ്യത്തെ ജനങ്ങൾ, മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ കീഴടങ്ങുമോ? ഇല്ല. നിങ്ങൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നിങ്ങൾ ഒളിച്ചോടിയപ്പോഴും ഇന്ത്യയുടെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ, ആബാലവൃദ്ധം ജനങ്ങൾ ആ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പൊരുതിയതാണ് ഇന്ത്യയുടെ പൈതൃകം, ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനം. അതുകൊണ്ട് അമേരിക്കയെ എന്നല്ല, ഏത് ശക്തി വന്ന് ഇന്ത്യയെ കീഴടക്കാൻ വന്നാലും ഇന്ത്യ ഒറ്റക്കെട്ടായി പൊരുതുമെന്ന ധാരണ എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് നഷ്ടപ്പെടുന്നത്? എവിടെയാണ് ഭയപ്പെടുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി? ആരെയാണ് ഭയപ്പെടുന്നത്? നിങ്ങൾക്ക് ഇവിടെ വെനിസ്വലയിൽ അമേരിക്ക നടത്തിയ രാഷ്ട്രീയ നീക്കം, ജനാധിപത്യ വിരുദ്ധ നീക്കം, മറ്റെല്ലാ ഭരണാധികാരികളെയും ഭയപ്പെടുത്താനുള്ള നീക്കം തന്നെയാണെന്ന് ജിയോ പൊളിറ്റിക്സിൽ അനാലിസ് ചെയ്യുന്ന എല്ലാവരും പറഞ്ഞിരുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ വന്നിരിക്കുകയല്ലേ? ആഗോള രാഷ്ട്രീയത്തിൽ താൻ തൻ്റേതായ ചില വരകൾ വരച്ചിടും. ആ വരയുടെ ആ വൃത്തത്തിനുള്ളിൽ, പരിമിത വൃത്തത്തിനുള്ളിൽ എല്ലാവരും നിന്നുകൊള്ളണം എന്ന് പറയുകയാണ്. എന്താ ഇവിടുത്തെ പ്രശ്നം? ഞാൻ ഈ ട്രേഡ് ഡീലിലേക്ക് തന്നെ വന്നാൽ വരാവുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഒരു ചുങ്കവുമില്ലാതെ, ഒരു തീരുവയുമില്ലാതെ ഇന്ത്യൻ വിപണി ഓപ്പൺ അപ്പ് ആക്കുകയാണ്. ആർക്ക്? അമേരിക്കയിലെ അഗ്രി പ്രൊഡക്ട്സിന് വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. അമേരിക്കയിലെ അഗ്രി പ്രൊഡക്ട്സിൻ്റെ ആ ബിസിനസ് ഏരിയയുടെ പ്രത്യേകത എന്താണ്? ഏറ്റവും അധികം സബ്സിഡിയുള്ള ഒരു ഏരിയയാണ് അമേരിക്കയിലെ കാർഷിക മേഖല എന്ന് പറയുന്നത്. വലിയ തുകയാണ് അമേരിക്ക സബ്സിഡിയായി കർഷകർ കൊടുക്കുന്നത്. അതുകൊണ്ട് അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടുന്നു. മാത്രമല്ല അവരുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ അവരുടെ അഡ്വാൻറ്റേജ്, സബ്സിഡി, ഇതെല്ലാം കാരണം അവരുടെ ഉൽപ്പാദനക്ഷമത വളരെ വലുതാണ്. ചെറിയ വിലയ്ക്ക് അവർക്ക് ലോകത്തെവിടേക്കും അവരുടെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാൻ കഴിയും. അങ്ങനെയുള്ള വളരെ പൊട്ടൻഷ്യലായ ഇന്ത്യൻ കാർഷിക മേഖലയ്ക്ക് പിടിച്ചു നിൽക്കാൻ ഒരിക്കലും കോമ്പറ്റൻസി അവരോടൊപ്പം അവകാശപ്പെടാനാകില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ ഇന്ത്യയിലേക്ക് വളരെ വില കുറഞ്ഞ നിരക്കിൽ നമ്മുടെ ഡയറി ഉൽപ്പന്നങ്ങൾ, ഇവിടുത്തെ കർഷകരുടെ ഉപജീവന മാർഗമായ നമ്മുടെ എക്കോണമിയെ പിടിച്ചു നിർത്തുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ, അത് ഡയറി പ്രൊഡക്ട്സ് ആകട്ടെ, മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളാകട്ടെ, ഇന്ത്യൻ വിപണി ഇപ്പോൾ തുറന്നിട്ടത് പ്രകാരം ഇങ്ങോട്ട് വന്നിറങ്ങിയാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇന്ത്യ കർഷകരുടെ ആത്മഹത്യാപനമായി മാറും. ഇന്ത്യൻ കർഷകർ, നിങ്ങൾ നോക്കൂ, അവിടെ ലോകത്തിലെ ഏറ്റവും അധികം സബ്സിഡിയുള്ള ഒരു രാജ്യത്ത് അവിടെ എല്ലാ അർത്ഥത്തിലുള്ള സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അവർ കൃഷി ചെയ്ത് ഇവിടേക്ക് ഇറക്കുമതി ചെയ്യാൻ പോവാണ്. ഇന്ത്യൻ കർഷകരോ? ആ സമയത്ത് ഇന്ത്യൻ കർഷകർ MSPക്ക് വേണ്ടി, മിനിമം സപ്പോർട്ട് പ്രൈസിന് വേണ്ടിയിട്ട് തെരുവിൽ സമരം ചെയ്യുകയാണ്. ഇന്ത്യൻ കർഷകർ വളത്തിൻ്റെ സബ്സിഡിക്ക് വേണ്ടി സമരം ചെയ്യുകയാണ്. ഇന്ത്യൻ കർഷകർ വൈദ്യുതിയുടെ സബ്സിഡി ഇല്ലാതെ സമരം ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇന്ത്യൻ മേഖലയിലേക്ക്, ഇന്ത്യയുടെ കാർഷിക മേഖലയിലേക്ക്, പരിപൂർണമായും ഇന്ത്യൻ കാർഷിക മേഖലയെ ഈ സംഘപരിവാർ സർക്കാർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് അടിയറ വെച്ചിരിക്കുകയാണ്. ഇതുണ്ടാക്കുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ദുരന്തമായിരിക്കും. ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ റബ്ബറിലേക്ക് തന്നെ വരും. കേരളം നേരിട്ട് അനുഭവപ്പെട്ടതാണല്ലോ. ഇവിടെ വിവിധ കരാറിലൂടെ മുൻപ് ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് ഈ കരാറുകളിൽ ഏർപ്പെട്ടു. ആ കരാറുകളുടെ ഭാഗമായി ഒരു ചുങ്കം പോലുമില്ലാതെ, അല്ലെങ്കിൽ ചുങ്കം തീരെ കുറച്ചുകൊണ്ട്, തീരുവ കുറച്ച് ഇന്ത്യൻ വിപണി റബ്ബർ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി തുറന്നിട്ട് കൊടുത്തു. എന്താ സംഭവിച്ചത്?
കേരളത്തിലെ റബ്ബർ കർഷകരുടെ ഉൾപ്പെടെ നട്ടെല്ലൊടിഞ്ഞു. അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏൽപ്പിച്ച ആഘാതം ചെറുതാണോ? കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഏൽപ്പിച്ച ആഘാതം ചെറുതാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പണ്ടുണ്ടായിരുന്ന വില ഇടിവിന് മുൻപായി ഉണ്ടായിരുന്ന ആ റബ്ബറിൻ്റെ വില ഇപ്പോഴും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അത് സാധിക്കാതെ പോയത് വേറെ ഒന്നും കൊണ്ടല്ലോ. ഇന്ത്യ ഏർപ്പെട്ട ഇതുപോലുള്ള കരാറുകളുടെ ഭാഗമല്ലേ. അപ്പോൾ ഇദ്ദേഹം പറയാണ് സംഭവിച്ചിട്ട് പറഞ്ഞാൽ മതിയല്ലോ, സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് ഇപ്പോഴേ ഇതാ ഗണിച്ച് പറയുന്നത് എന്നാണ് പത്മകുമാർ ചോദിക്കുന്നത്. ശ്രീ പത്മകുമാർ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മുമ്പിലെ വലിയൊരു അനുഭവം കിടക്കുകയല്ലേ. കേരളത്തിൽ പ്രത്യേകിച്ചും റബ്ബർ വിപണിയിലുണ്ടായ വലിയ ആഘാതം. എങ്ങനെയാണ് ആഘാതം ഉണ്ടായത്? ഇതുപോലുള്ള കരാറുകളുടെ തിക്താനുഭവമല്ലേ. ആ അനുഭവം പേറുന്ന നമ്മൾ അതിനേക്കാൾ വലിയ ദുരന്തങ്ങളിലേക്ക് ഇന്ത്യൻ മാർക്കറ്റിനെ ഓപ്പൺ അപ്പ് ആക്കിയിട്ട് കൊടുക്കുന്നത് ആരുടെ താല്പര്യം സംരക്ഷിക്കുന്നവരാണ്? നിങ്ങൾക്ക് ട്രംപിനെ ഭയമോ ബഹുമാനമോ എന്താന്ന് വെച്ചാൽ അത് നിങ്ങൾ വ്യക്തിപരമായി സൂക്ഷിക്കുക. ഇന്ത്യക്കാരെ കുരുതി കൊടുക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. ശരി, പ്രൊഫസർ ജോസഫ് ആന്റണി, ഇപ്പോൾ എക്സ്പോർട്ട് ഓറിയന്റഡ് സെക്ടേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ വസ്ത്രം, അതുപോലെ തന്നെ സമുദ്രോൽപ്പന്നങ്ങൾ, ലെതർ അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ, ചെരുപ്പടക്കമുള്ള കാര്യങ്ങൾ, ഇവയൊക്കെ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്ന സാധനങ്ങളാണ്. 50% പ്രതികാര ചുങ്കം വന്നതോടുകൂടി പ്രതിസന്ധിയിലായിരുന്നു ഇന്ത്യയുടെ എക്സ്പോർട്ട് സെക്ടർ. അതിനൊരു ബൂസ്റ്റ് ഉണ്ടാവും എന്നുള്ളതാണ് ഇതിന്റെ പോസിറ്റീവായിട്ടുള്ള വശം. ഒപ്പം ഈ കാർഷിക ഉൽപ്പന്നങ്ങളുടെ അല്ലെങ്കിൽ ചില വസ്തുക്കളുടെയൊക്കെ വിപണി നേരത്തെ തന്നെ ഓപ്പൺ ആണ് എന്നുള്ളതും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ആപ്പിൾ ഫോർ എക്സാമ്പിൾ, ന്യൂസിലാൻഡ് അടക്കമുള്ള രാജ്യങ്ങൾക്ക് മാർക്കറ്റ് ആക്സസ് ഉണ്ട്. അപ്പോൾ വിവിധ കാർഷികോൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കടക്കം മാർക്കറ്റ് ആക്സസ് ഉണ്ട്. അതുകൊണ്ട് അമേരിക്കയ്ക്കും ആ ആക്സസ് കിട്ടിയേക്കാം. പക്ഷേ എക്സ്പോർട്ട് സെക്ടർ ഈ ചുങ്കം 18 കുറയ്ക്കുന്നതോടുകൂടി ഇന്ത്യയുടെ മറ്റ് മത്സരിക്കുന്ന രാജ്യങ്ങളെക്കാൾ ചെറിയ ചുങ്കത്തിന് ഇന്ത്യക്ക് വ്യാപാരം നടത്താൻ കഴിയുന്നതോടുകൂടി കയറ്റുമതി വർദ്ധിക്കുമെന്നുള്ളതാണ് ഒരു ചൂണ്ടിക്കാണിക്കുന്ന വസ്തുത. നമ്മൾ ഈ പ്രശ്നത്തെ കുറച്ചുകൂടി ഒരു വൈഡർ പെർസ്പെക്റ്റീവിൽ കാണണം. നമ്മളിവിടെ ചർച്ച ചെയ്യുമ്പം നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം, അമേരിക്ക പറഞ്ഞ ഏത് കാര്യമാണ് ഇന്ത്യ അനുസരിക്കാതിരുന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അമേരിക്ക കുറച്ച് നാളിന് മുമ്പ് പറഞ്ഞു, വെനസ്വേലയോട് പറഞ്ഞു, നിങ്ങൾ വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങിക്കരുത്, നമ്മൾ വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത് നിർത്തി. അതിനുശേഷം അവർ ഇറാൻ്റെ ആണവ കരാറുമായി ബന്ധപ്പെട്ട് ആണവ ഊർജ്ജം വികസിപ്പിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ പറഞ്ഞു, നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങിക്കരുത്, നമ്മൾ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത് നിർത്തി. അപ്പം അതായത് അമേരിക്ക എന്താണോ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ചേരിചേരാ പ്രസ്ഥാനത്തിൽ നിങ്ങൾ നിൽക്കരുത്, നിങ്ങൾ മാറണം എന്ന് പറഞ്ഞാൽ ചേരിചേരാ പ്രസ്ഥാനത്തിൽ നമ്മൾ മാറി. ഇതുവരെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇതുവരെ നടന്ന ഒരു ചേരിചേരാ സമ്മേളനത്തിൽ പോലും നമ്മുടെ പ്രധാനമന്ത്രി പങ്കെടുത്തിട്ടില്ല. നമ്മൾ ഗ്ലോബൽ സൗത്തിന്റെ നേതാവെന്ന് പറയുന്നത്, ഗ്ലോബൽ സൗത്ത് തന്നെ ചേരിചേരാ പ്രസ്ഥാനം. ആ ഗ്ലോബൽ സൗത്തിന്റെ നേതാവെന്ന് പറയുന്ന ആൾ ഈ 100-ലേറെ വരുന്ന ഈ ഗ്ലോബൽ സൗത്തിലെ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ഒരു ഉന്നതതല സമ്മേളനത്തിലും ഇതുവരെ പങ്കെടുത്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ അമേരിക്ക പേടിപ്പിച്ചുകൊണ്ട് നമ്മൾ പങ്കെടുക്കാത്തത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു നയം ഈ ബഹുമാനപ്പെട്ട മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി തന്നെ പറഞ്ഞു, ഇന്ത്യ അമേരിക്കയുടെ ഒരു സ്വാഭാവിക പങ്കാളിയാണ്, നാച്ചുറൽ അലൈ എന്ന് പറഞ്ഞു. ആ നാച്ചുറൽ അലൈ എന്ന് പറഞ്ഞാൽ ബാസിൽ നാച്ചുറൽ അലയല്ല, അമേരിക്ക പോലെയുള്ള വലിയ സാമ്പത്തിക രാജ്യം, സൈനിക ശക്തിയായിട്ടുള്ള അമേരിക്കയുടെ ഒരു ജൂനിയർ പാർട്ണർ മാത്രമാണ്. അതായത് ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കേണ്ട സ്ഥലത്ത് ഇരിക്കുന്ന തരത്തിലുള്ള രാജ്യമായി നമ്മൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ കണ്ട കാര്യം. ഇപ്പം ഇവിടെ റഹീം പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഇന്ത്യയുടെ പാർലമെന്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയുന്നത് എന്താണ്? ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. നമ്മുടെ പ്രധാനമന്ത്രി കൂടെ പറയാണ്ട് ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ അമ്മയാണ്. എന്താ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻസിയാണ്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ചർച്ചകളാണ്, നമ്മൾ സ്വതന്ത്രമായ ചർച്ചകളാണ്. നമ്മൾ ഇന്ത്യ UK കരാർ ഒപ്പിട്ടു കുറച്ച് നാളിന് മുമ്പ്. ഇന്ത്യ UK തമ്മിൽ ഈ വ്യാപാര കരാർ ഒപ്പിട്ടു. ആ വ്യാപാര കരാറിന് ഒരു പ്രത്യേകത എന്താണെന്ന് അറിയുമോ? ഇന്ത്യ ആ കരാറിനെ നമ്മൾ അംഗീകരിച്ചു. ഈ കരാർ ബ്രിട്ടൻ അംഗീകരിക്കണമെങ്കിൽ ബ്രിട്ടന്റെ പാർലമെന്റ് അംഗീകരിക്കണം. ബ്രിട്ടന്റെ പാർലമെന്റ് അതിലെ ഓരോ പ്രൊവിഷനും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്ത് അവർ അംഗീകരിച്ചാൽ മാത്രമേ കരാർ നിലവിൽ വരൂ. നമ്മൾ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായിട്ട് നമ്മൾ കരാർ ഒപ്പിട്ടു. ആ ഇന്ത്യ EU കരാറിൽ പോലും നമ്മുടെ കാർഷിക മേഖലയെ അടിയറക്കാൻ തീരുമാനിച്ചില്ല. എന്നാൽ പോലും അവർ കാർബണിന്റെ പേരിൽ ഒരു ചുങ്കം നിലനിർത്താൻ തന്നെ തീരുമാനിച്ചു. നമുക്ക് അവിടെ നമ്മുടെ താല്പര്യങ്ങൾ അവഗണിക്കപ്പെട്ടു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വാസ്തവത്തിൽ അമേരിക്കയുടെ ജൂനിയർ പാർട്ണറായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ട്രംപ് വന്നതിന് ശേഷം, ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നേരത്തെയുള്ള അമേരിക്കൻ പ്രസിഡന്റുമാർ പറഞ്ഞനുസരിച്ച് നമ്മൾ അനുസരിച്ച് വഴങ്ങി കൊടുത്തു. ഇപ്പോൾ ട്രംപ് എന്താ ചെയ്യുന്നത്? ട്രംപ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ലോകക്രമമാണ്. ആ ലോകക്രമം എന്ന് പറയുന്നത് നമുക്കറിയാം, ചട്ടപ്രകാരമുള്ള ലോകക്രമം, ഈ എന്താണ് റൂൾസ് ബേസ്ഡ് വേൾഡ് ഓർഡർ എന്ന് പറയുന്ന ഒരു ലോകക്രമത്തിലാണ് അന്തർദേശീയ രാഷ്ട്രീയം ഇതുവരെ നിലനിന്നിരുന്നത്. ചട്ടപ്രകാരമുള്ള ലോകക്രമം എന്ന് പറയുന്നത് എന്താണ്? ഐക്യരാഷ്ട്ര സംഘടന അംഗീകരിച്ചിട്ടുള്ള UN ചാർട്ടർ അംഗീകരിക്കണം, ഐക്യരാഷ്ട്ര സംഘടന കീഴിൽ നിലനിൽക്കുന്ന ബാക്കിയുള്ള അന്തർദേശീയ കരാറുകൾ അംഗീകരിക്കണം, ഓരോ രാജ്യത്തിൻ്റെയും പരമാധികാരം അംഗീകരിക്കണം, ആ രാജ്യത്തിന് എതിരായിട്ടുള്ള അനാവശ്യമായ ആക്രമണങ്ങൾ നടത്തരുത്, ആളുകളെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കരുത്, ഭരണകൂടത്തെ അട്ടിമറിക്കാൻ
ശ്രമിക്കരുത്. ഇതൊക്കെയാണ് ഈ ചട്ടപ്രകാരമുള്ള ലോ ക്രമം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ചട്ടപ്രകാരമുള്ള ലോ ക്രമത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരമുള്ള ലോ ക്രമമായിട്ട് മാറ്റി. ചട്ടപ്രകാരമുള്ള ലോ ക്രമമല്ല, ഇപ്പോൾ ഫോഴ്സ്ഡ് ബേസ്ഡ് വേൾഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. ഞാൻ എൻ്റെ കയ്യിൽ ആയുധമുണ്ട്, എൻ്റെ കയ്യിൽ സമ്പത്തുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ ലോകത്ത് ഞാൻ പറയുന്നത് മാത്രം നടന്നാൽ മതി എന്ന് പറയുന്ന തരത്തിലേക്ക് അദ്ദേഹം വരുന്നിരിക്കുന്നു. അപ്പോൾ അവിടെയാണ് ആ ഒരു കോണ്ടക്സ്റ്റിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ട്രംപ് പറയുകയാണ് നിങ്ങളുടെ കാർഷിക വിപണി ഞങ്ങൾക്ക് തുറന്നു തരൂ, നമുക്ക് തുറന്നു തരാൻ നമ്മൾ നിർബന്ധം, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കെതിരെ കൂടുതൽ. നമുക്കറിയാമല്ലോ ബ്രിക്സ് എന്ന് പറയുന്ന സംഘടനയുണ്ട്. ആ ബ്രിക്സ് എന്ന് പറയുന്ന സംഘടനയിൽ നിങ്ങൾ കൂടുതൽ ശക്തമായി പ്രതികരിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങിച്ചാൽ, നിങ്ങൾ ചൈനയുമായിട്ട് കൂടുതൽ അടുത്തിടപഴകിയാൽ നിങ്ങൾക്കെതിരെ 500% ചുങ്കം ഏർപ്പെടുത്തും. ലിൻസെ ഗ്രഹാം എന്ന് പറയുന്ന ഈ ട്രംപിൻ്റെ ഏറ്റവും വലിയ അടുത്ത സുഹൃത്ത് പറയാണ്, ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിനെതിരായി ചൈനയുമായിട്ടോ ഇറാനുമായിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള സൗഹൃദം നിങ്ങൾ പുലർത്തിയാൽ 500% ചുങ്കം നിങ്ങൾക്ക് ഏർപ്പെടുത്തും എന്ന്. ഇങ്ങനെയുള്ളൊരു ധാർഷ്ട്യം എങ്ങനെ അവർക്ക് വന്നു? ഇങ്ങനെയുള്ള ധാർഷ്ട്യം വന്നതിൻ്റെ കാര്യം ഈ രാജ്യങ്ങൾ ഒന്ന് പറയുമ്പോൾ അതിനെതിരായി ഇപ്പോൾ ശ്രീ പത്മകുമാർ പറഞ്ഞു, ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഞങ്ങൾ അവസാനിപ്പിച്ചു എന്ന് ട്രംപ് പറഞ്ഞപ്പോൾ നമ്മൾ അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞു. നമ്മൾ എതിർത്തോ? നിങ്ങളല്ല ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചത് ട്രംപ് എന്ന് പറയാനുള്ള ആർഗ്യം കാണിച്ചു. നമ്മൾ കാണിച്ചില്ല, കാണിച്ചില്ല. ഏതാണ്ട് 80 തവണ അദ്ദേഹം പറഞ്ഞു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചത് ഞാനാണ്. ട്രംപ്, മിസ്റ്റർ ട്രംപ്, നിങ്ങളല്ല ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഒരു സിമ്പിൾ നിങ്ങളല്ല ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചെന്ന് പറയാനുള്ള തന്റെ ഇടം നമ്മുടെ പ്രധാനമന്ത്രി കാണിച്ചില്ല. ഒരു ഭരണാധികാരി തെറ്റായിട്ട് അന്തർദേശീയ രംഗത്ത് ഇന്ത്യക്കെതിരായി ഇന്ത്യ അപമാനിക്കുന്നതിനായിട്ട് പ്രഖ്യാപനം നടത്തുമ്പോൾ ആ ഭരണാധികാരിയുടെ നേരെ നോക്കി പറയണം, മിസ്റ്റർ ട്രംപ്, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിങ്ങളല്ല അവസാനിപ്പിച്ചത് എന്നൊരു വാചകം ശ്രീ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ കീഴ്വഴങ്ങുന്ന ഒരു സ്വഭാവം ഇന്ത്യൻ ഭരണകൂടം അമേരിക്കയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നു. അതിനെതിരെ നമുക്കറിയാമല്ലോ, നമ്മുടെ അയൽപക്കത്ത് ചൈന എന്ന് പറയുന്ന രാജ്യത്തിനെതിരായിട്ട് ചൈനയിലെ റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത്. ചൈനയ്ക്കെതിരായിട്ട് എന്താ പിഴച്ചുങ്കം ചുമത്തായിരുന്നത്? പിഴച്ചുങ്കം ചുമത്തില്ലല്ലോ. പിഴച്ചുങ്കം ചുമത്തും നമ്മൾ റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്ന പേരിൽ നമ്മളെ ഉക്രൈൻ നടക്കുന്നത് മോഡിയുടെ യുദ്ധമാണ് എന്ന് ട്രംപാണ് പറഞ്ഞത്. അപ്പം മോഡിയുടെ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് നിങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത് നിർത്തണം എന്ന് പറഞ്ഞ് നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ പറയും സ്ട്രാറ്റജിക് ഓട്ടോണമി എന്നാണ് നമ്മൾ പറയുന്നത് നമ്മുടെ വിദേശ നയത്തെ. ആ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന് നമ്മൾ പറയുകയും ആ സ്ട്രാറ്റജിക് ഓട്ടോണമിയെ നമ്മൾ ബലി കഴിച്ചുകൊണ്ട് ട്രംപ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി പറയുന്നത് എന്താണോ അതിനനുസരിച്ച് നമ്മൾ നിൽക്കുകയാണ്. ഇപ്പോൾ പാർലമെന്റ് സമ്മേളനം നടക്കുന്നു. ഞാൻ ജനാധിപത്യത്തിന്റെ കാര്യത്തിലാണ്. പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ എവിടെയാണ് നടത്തേണ്ടത്? ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഇന്ത്യൻ പാർലമെന്റിലാണ് നടത്തേണ്ടത്. ഇന്ത്യൻ പാർലമെന്റിനെ ഇത്രത്തോളം ഭയക്കുന്ന ഒരു പ്രധാനമന്ത്രി മന്ത്രിസഭയുണ്ടോ? അതായത് നമ്മൾ ഇന്ത്യൻ പാർലമെന്റിന്റെ ഈ 2014 ശേഷമുള്ള ഇന്ത്യൻ പാർലമെന്റിന്റെ മുഴുവൻ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനു മുമ്പുണ്ടായിരുന്ന പാർലമെന്റ് സമ്മേളനങ്ങളുടെ ഏറ്റവും കുറവ് സമ്മേളനങ്ങളുടെ ചരിത്രമാണുള്ളത് എന്ന് മാത്രമാണോ? സുപ്രധാനങ്ങളായിട്ടുള്ള ചർച്ചകൾ ഇന്ത്യൻ പാർലമെന്റ് നടക്കുമ്പോൾ ആ പാർലമെന്റിനെ അവഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ പാർലമെന്റ് സന്നിഹിതനാകാത്ത പ്രധാനമന്ത്രിയാണ് നമ്മുടെ പ്രധാനമന്ത്രി. എന്ന് പറഞ്ഞാൽ ഒരേ സമയം ഞങ്ങൾ ജനാധിപത്യത്തിന്റെ അമ്മയാണെന്ന് പറയുകയും ഒരേ സമയം ഞങ്ങൾ ഏറ്റവും വലിയ ജനാധിപത്യമാണെന്ന് പറയുകയും അതേസമയം ജനാധിപത്യം അവഗണിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ്. ഈ കോണ്ടെക്സ്റ്റ് നിന്നുകൊണ്ട് നമ്മുടെ 60% വരുന്ന ജനങ്ങളെ പട്ടിണിക്കിട്ടുകൊണ്ട് എന്ത് വികസനമാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കാൻ പറ്റുന്നത്? കുറച്ച് തുണിയും നമ്മൾ കുറച്ച് ബാക്കിയുള്ള ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങളും മറ്റും കയറ്റുമതി ചെയ്യുന്നതുകൊണ്ട് ഇന്ത്യൻ സമ്പത്ത് വികസിത ഭാരതമായി മാറും 2047. ശരി, ഓക്കെ. ശ്രീ ഫ്രാൻസിസ് ജോർജ് എം പി, ഈ കരാർ ഇല്ലാതെ തന്നെ, അതായത് FTA നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെയുള്ള കാര്യം ഒന്ന് പരിശോധിച്ചാൽ, നവംബർ മാസത്തെ കണക്ക് വരെ എടുത്താൽ ജനുവരി മുതൽ നവംബർ വരെ 2025 ഇന്ത്യയുടെ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി 5.1% വർദ്ധിച്ചുള്ളൂ തൊട്ട് മുമ്പത്തെ വർഷത്തെ അപേക്ഷിച്ച്. നിശ്ചയമായിട്ടും പുതിയ ഈ പ്രതികാര ചുങ്കം ബാധിച്ചിട്ടുണ്ടാകും കയറ്റുമതിയെ. അതേസമയം അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി 34% വർദ്ധിച്ചിട്ടുണ്ട്. അതായത് FTAക്ക് മുമ്പ് തന്നെ ഇറക്കുമതി തൊട്ട് മുമ്പത്തെ വർഷത്തെ അപേക്ഷിച്ച് 34% ജമ്പ് ഉണ്ടാക്കിയെങ്കിൽ ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് നിലവിൽ വരുന്നതോടുകൂടി, ചുങ്കരഹിത ഇറക്കുമതി സാധ്യമാവുന്നതോടുകൂടി അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി വലിയ തോതിൽ ഉയരാൻ പോവുകയാണ്. അപ്പോൾ അമേരിക്കയിൽ നിലവിൽ അവിടുത്തെ കാർഷിക മേഖലയിൽ ഈ വ്യാപാര യുദ്ധം കൊണ്ട് തന്നെ പ്രതിസന്ധിയുണ്ട്. കാരണം കയറ്റുമതി ഒരു തരത്തിൽ കുറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ സോയ എക്സ്പോർട്ടിന്റെ കണക്ക് പറഞ്ഞു, 34.4
ബില്യണിൽ നിന്ന് 24 കുറഞ്ഞു. അപ്പോൾ ആ കുറഞ്ഞ അവരെ സംബന്ധിച്ച് അവർ നേരിടുന്ന ട്രേഡ് ഡെഫിസിറ്റ് ഇന്ത്യൻ വിപണിയിലേക്ക് അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ ഒഴുകിക്കൊണ്ട് പരിഹരിക്കുക എന്നുള്ളതായിരിക്കില്ലേ അമേരിക്ക ലക്ഷ്യം വെക്കുന്നത്? തീർച്ചയായിട്ടും അതാണല്ലോ ഇപ്പൊ അമേരിക്കയുടെ അഗ്രികൾച്ചർ സെക്രട്ടറി ബ്രൂക്ക് റോളിൻസ് പറഞ്ഞത് നമ്മൾ കൃത്യമായിട്ട് കേട്ടല്ലോ. അതായത് ഇന്ത്യയുടെ വലിയ വിപണിയാണ് അമേരിക്കയ്ക്ക് തുറന്നു കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് അമേരിക്കയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ നമുക്ക് ഈ ഇന്ത്യയുടെ വലിയ വിപണിയിൽ വിറ്റഴിച്ച് അമേരിക്കൻ ഗ്രാമങ്ങളിൽ അമേരിക്കൻ കാർഷിക മേഖലയ്ക്ക് ഇത് വലിയ തോതിൽ പണം സമ്പാദിക്കാൻ കഴിയും എന്നത് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ആരും അതിനെ നിഷേധിക്കുന്നില്ലല്ലോ. ഇവരിങ്ങനെ കാർഷിക താല്പര്യങ്ങൾ സംരക്ഷിക്കും, ഒരു കാരണവശാലും കർഷകരുടെയും കാർഷിക മേഖലയുടെയും താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഒന്നും ഉണ്ടാകില്ല എന്ന് വെറുതെ വാക്കാൽ പറയുന്നതല്ലാതെ കൃത്യമായി ഈ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ തയ്യാറായിട്ടില്ല. കാർഷിക മേഖലയും മറ്റ് നമ്മുടെ മാനുഫാക്ചറിങ് മേഖല എല്ലാ മേഖലയും ഇത് ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇതിന്റെ ഡീറ്റെയിൽസ് ഇതുവരെ വെളിപ്പെടുത്താൻ തയ്യാറാകാത്തിരിക്കും. വാണിജ്യമന്ത്രി ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞത് ഇത് എല്ലാ കരാറുകളുടെയും പിതാവ് എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ എല്ലാ മേഖലയും ഇത് ബാധിക്കാൻ പോവുകയാണ്. ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോവുക ഇന്ത്യ പോലൊരു കാർഷിക പ്രാധാന്യമുള്ള ഒരു രാജ്യത്ത് ഇത് കാർഷിക മേഖലയും സാധാരണക്കാരായിട്ടുള്ള കർഷകരെയുമാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് സംബന്ധിച്ച് വിശദാംശങ്ങൾ എന്തുകൊണ്ട് പാർലമെന്റിൽ പറഞ്ഞുകൂടാ? ഇന്ത്യൻ പാർലമെന്റ് നടക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള സുപ്രധാനമായിട്ടുള്ള നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് ആദ്യം പറയേണ്ടത് ഇന്ത്യൻ പാർലമെന്റിലാണ്. അത് പറയാതെ ഇവിടെ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി വ്യക്തമായി അതിനോട് പ്രതികരിക്കുന്നില്ല. വാണിജ്യമന്ത്രി വന്ന് ഇതിനെതിരായി നിലപാട് സ്വീകരിച്ച പ്രതിപക്ഷ കക്ഷികളെ അധിക്ഷേപിച്ച് സംസാരിക്കുന്നു. അതിനപ്പുറം കൃത്യമായി ഞങ്ങൾ ഇന്ന കാര്യങ്ങളാണ് എഗ്രി ചെയ്തിട്ടുള്ളത് എന്ന് പാർലമെന്റിൽ ഇതിന്റെ വിശദാംശങ്ങൾ പറയണ്ടേ? അതല്ലെങ്കിൽ തന്നെയും ഈ രാജ്യം ഏത് കരാറിൽ ഏർപ്പെടുമ്പോഴും അതിന്റെ വിശദാംശങ്ങൾ ഈ രാജ്യത്തെ ഒരു ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന ഈ രാജ്യത്തെ സംസ്ഥാനങ്ങളുമായി അത് ചർച്ച ചെയ്യുകയും ഓരോ മേഖലയിലെയും ജനങ്ങളെ ഇത് ഏതൊക്കെ രീതിയിൽ ബാധിച്ചേക്കാം, അതെങ്ങനെയാണ് നമുക്ക് ഒഴിവാക്കാൻ കഴിയുക എന്നുള്ളത് സംബന്ധിച്ച് ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കുകയും അതിനുശേഷം ഇതുപോലുള്ള കരാറുകളിൽ ഏർപ്പെടുകയും ചെയ്യണം എന്നുള്ളതാണ് നിരന്തരമായി നമ്മൾ പാർലമെന്റിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. എത്രയോ വർഷങ്ങളായി പറയുന്ന കാര്യമാണ്. ഇനി ഒപ്പിട്ടതിന് ശേഷമെങ്കിൽ ഇതിന്റെ ഒപ്പിട്ടു അല്ലെങ്കിൽ ധാരണയിൽ എത്തിക്കഴിഞ്ഞാൽ ഒപ്പിടുന്നതിന് മുൻപ് ഇതിന്റെ വിശദാംശങ്ങൾ പാർലമെന്റിൽ വെക്കുകയും പാർലമെന്റിൽ ചർച്ച ചെയ്യുകയും ചെയ്താൽ എന്താണ് തകരാറ്? നമുക്ക് ഈ കാര്യങ്ങൾ പറയാമല്ലോ. ഇന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്, അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അതുകൊണ്ട് അത് സംബന്ധിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണകൾ ആവശ്യമാണ് എന്നുള്ള ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇതിന്റെ അന്തിമ കരാറിലേക്കോ അല്ലെങ്കിൽ ഒപ്പുവെക്കുന്നതിലേക്കോ പോകാൻ എന്ത് തടസ്സമാണ് ഈ രാജ്യത്തെ ഒരു കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിനുള്ളത്? അപ്പൊ ഇവിടെ അമേരിക്കൻ പ്രസിഡന്റോ അല്ലെങ്കിൽ മറ്റേത് വിദേശ രാജ്യത്തിന്റെ പ്രസിഡന്റോ പറയുന്നത് പോലെ നമ്മൾ കേൾക്കുക, നമ്മളത് പഞ്ചമുച്ചം അടക്കി അത് അനുസരിക്കുക എന്നുള്ള ഒരു കീഴടങ്ങൽ നയം അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഇന്ത്യ പോലെ വലിയ പാരമ്പര്യമുള്ള ഒരു രാജ്യത്തിന് ഒട്ടും ചേർന്നതല്ല. പ്രത്യേകിച്ച് നമ്മുടെ കാർഷിക മേഖലയെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഒരു കോംപ്രമൈസും പാടില്ല. ഇന്ന് ഇന്ത്യയുടെ കാർഷിക മേഖല വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ്. പുരോഗതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പുരോഗതി ഉണ്ട്, എല്ലാം സംതൃപ്തമാണെങ്കിൽ എന്തിനാണ് നമ്മുടെ കർഷകർ ഇപ്പൊ 2ാം വട്ടവും സമരം ചെയ്ത് ഒരു പ്രതികരണവും ഈ ഗവൺമെന്റിൽ ഉണ്ടാകാത്ത ഒരു സ്ഥിതിയിൽ എത്തി നിൽക്കുന്നത്? കർഷകർക്ക് വേണ്ടതെന്നാണ് അവർ അധ്വാനിച്ച് ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായിട്ടുള്ള വില കിട്ടണമെന്നുള്ളതാണ്. ആ വില എങ്ങനെയായിരിക്കണം എന്നുള്ളത് സംബന്ധിച്ച് ഇന്ത്യ ഗവൺമെന്റ് തന്നെ നിയോഗിച്ച കാർഷിക കമ്മീഷൻ, പ്രൊഫസർ MS സ്വാമിനാഥന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ ഒരു ഫോർമുല പറഞ്ഞിട്ടുണ്ട്. ആ ഫോർമുല അനുസരിച്ചുള്ള ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് പ്രഖ്യാപിക്കുകയും അത് പാർലമെന്റിൽ നിയമം മൂലം കേന്ദ്ര ഗവൺമെന്റിനും ഇനി സംസ്ഥാന ഗവൺമെന്റുകൾക്കും ബാധകമാക്കുകയും ചെയ്യണമെന്നുള്ള കർഷകരുടെ ആവശ്യം അംഗീകരിക്കാതെ ഒരു വശത്ത് നിൽക്കുകയും മറുവശത്ത് ഇതുപോലുള്ള കരാറുകളിൽ ഏർപ്പെട്ടുകൊണ്ട് നമ്മുടെ കർഷകരെയും രാജ്യത്തെയും ഇരുട്ടിൽ നിർത്തി അവസാനം ഇതിന്റെ എല്ലാം കെടുതികൾ പേറുന്നവരാക്കി ഈ രാജ്യത്തെ സാമാന്യ ജനങ്ങളായിട്ടുള്ള കർഷകരെ മാറ്റുക എന്നുള്ള അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള നിലപാടും നയവുമാണ് ഇന്ന് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇന്ത്യ ഗവൺമെന്റ് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ എന്താണ് മടിക്കേണ്ടത്? ശരി, എന്തുകൊണ്ട് തുറന്നു പറയുന്നില്ല? ഇവിടെ നോക്കൂ ശ്രീ JR പത്മകുമാർ, ഇവിടുത്തെ പ്രശ്നം എന്താണ്? അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഒരു കരാർ ഒപ്പിടുന്നതാണോ? ഇവിടെ തന്നെ സൂചിപ്പിച്ചതുപോലെ അമേരിക്ക ഇന്ത്യയോട് ആവശ്യപ്പെടുന്നു എണ്ണ കച്ചവടം ഇനി വേണ്ട, ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങേണ്ട, അനുസരിക്കുന്നു. ചബഹർ പോർട്ടിന്റെ കാര്യം, ഇന്ത്യ ഇറാനിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന പോർട്ടാണ്. ചബഹർ പോർട്ടിന്റെ കാര്യം അമേരിക്കയ്ക്ക് താല്പര്യമില്ലേ? അങ്ങനെയാണെങ്കിൽ വേണ്ട. ഇവിടെ മറ്റു രാജ്യങ്ങളുമായുള്ള ബന്ധം, അതും തന്ത്രപരമായ ചരിത്രപരമായ പ്രാധാന്യമുള്ള ബന്ധമുള്ള രാജ്യങ്ങളുടെ കാര്യത്തിൽ അമേരിക്കയുടെ നിലപാടാണ്. ഇപ്പൊ റഷ്യ, അത് സോവിയറ്റ് യൂണിയൻ ആയിരുന്ന കാലത്തും പിന്നീട്
അതിന്റെ ഡിസിന്റഗ്രേഷന് ശേഷവും ചരിത്രപരമായി ഇന്ത്യ അനുകൂല നിലപാട് എടുത്തിട്ടുള്ള രാജ്യമാണ്. ലോകത്തെ വിവിധ യുദ്ധങ്ങളിൽ ഇന്ത്യക്ക് സഹായകരമായ നിലപാടെടുത്തിട്ടുള്ള രാജ്യമാണ്. ആ റഷ്യയുമായി ബന്ധപ്പെട്ട് അമേരിക്ക പറയുന്നതിനപ്പുറത്ത്, അമേരിക്ക വരയ്ക്കുന്ന വരയ്ക്കപ്പുറത്ത് ഇന്ത്യ നീങ്ങില്ല എന്ന് വരുന്നത്, അമേരിക്ക ഇന്ത്യയുടെ ഒരു സഖ്യരാഷ്ട്രമോ പങ്കാളി രാഷ്ട്രമോ എന്നുള്ളതിനപ്പുറത്ത് ഒരു സാമന്ത രാഷ്ട്രമായി അമേരിക്ക ഇന്ത്യയെ കാണുകയാണെങ്കിൽ അതിന് നിന്നു കൊടുക്കണോ സർക്കാർ എന്നുള്ളതാണ് ചോദ്യം. അല്ല, ഇത് ഞാൻ അത് പറഞ്ഞില്ലേ, നിങ്ങളെല്ലാം ഒരു 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 പ്രതിയോഗിയെ നിശ്ചയിച്ചിട്ട് അല്ലെങ്കിൽ ഒരു വിഷയം അങ്ങോട്ട് നിശ്ചയിച്ചിട്ട് ഇത് ആണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. ഞാനും അത് പറഞ്ഞോട്ടെ, റഹീം പറഞ്ഞല്ലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അങ്ങ് വന്ന് ഉറക്കത്തിൽ പിടിച്ചുകൊണ്ട് പോകുന്നത്. അദ്ദേഹത്തിന് പഴയ പാർലമെന്റ് മെമ്പർ ആയതിനു ശേഷവും ഇന്ത്യ എന്നുള്ള രാജ്യത്തെക്കുറിച്ച് വലിയൊരു ധാരണയില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലൊരു അഭിപ്രായം പറയില്ലായിരുന്നു. അദ്ദേഹം ഇപ്പോഴും പാർലമെന്റ് മെമ്പർ ആയതിനു ശേഷവും ഇന്ത്യ എന്നുള്ള രാജ്യവും ആ രാജ്യത്തിൻ്റെ ശക്തിയും അതിൻ്റെ ലോകരാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ചൊന്നും അതൊരു ധാരണയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ജോസഫ് ഫെർണാണ്ടസ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ അല്ല അത് അങ്ങനെ അത് നിങ്ങളെ അല്ല അത് തോന്നും, കാരണം നിങ്ങൾക്ക് അങ്ങനെയാണ്. ഒരിക്കലും ഇന്ത്യ ഒരു ശക്തമായ രാഷ്ട്രമാണ് എന്ന് അംഗീകരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അതവിടെ നിൽക്കട്ടെ. താങ്കൾ പറഞ്ഞത് ഞാൻ മറുപടി പറഞ്ഞതേ ഉള്ളൂ. അത് ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാം. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ജോസഫ് ആന്റണി പറഞ്ഞ അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തി എന്നുള്ളതിനപ്പുറം അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ ഈ പറഞ്ഞു വന്നിട്ടുള്ളത് ഇന്ത്യ ശക്തമായൊരു നിലപാടെടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിലപാടെടുത്തിട്ടുണ്ട്. കാർഷിക മേഖലയിൽ എന്തായിരിക്കും നിലപാട് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായൊരു നിലപാട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓരോ കാലഘട്ടത്തിലും എന്ത് നിലപാട് അല്ല ഞാൻ പറഞ്ഞോട്ടെ, ഞാനൊന്ന് പറയട്ടെ. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് ഞാൻ പറഞ്ഞത് റഷ്യ അല്ല ഞാൻ പറഞ്ഞോട്ടെ താങ്കൾ പറഞ്ഞ അല്ല നിങ്ങൾ പറഞ്ഞ അല്ല ഇന്ത്യ നിർമ്മിച്ച അല്ല ഒരു തുറമുഖത്തിന് അമേരിക്ക പറഞ്ഞു പൈസ ഇനി ഒന്നും ചെയ്യരുത്, ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾ ഏത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അല്ല നിങ്ങൾ ഞാൻ മറുപടി പറയുന്നത് നിങ്ങൾ സഹോദരപ്പെടും. ഞാൻ മറുപടി പറയാം. അവസാനിപ്പിച്ചത് ഏതെങ്കിലും പറയൂ. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചത് മിസ്റ്റർ ട്രംപ് നിങ്ങളല്ല എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി അത് നിങ്ങൾക്ക് കേൾക്കാൻ മനസ്സിലാത്തതുകൊണ്ടാ, അല്ലെങ്കിൽ കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാ. ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാം, ഇന്ത്യയിലെ ഗവൺമെന്റ് പ്രധാനമന്ത്രി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇതിൽ ബാക്കി ഇടപാടില്ല. പാകിസ്ഥാൻ റിക്വസ്റ്റ് ചെയ്തത് കൊണ്ടാണ് അല്ല അത് താങ്കൾ കള്ളം പറയുക. ഇന്ത്യയെ ബാഹ്യമായൊരു ഇടപെടില്ല, പാകിസ്ഥാൻ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ യുദ്ധം അവസാനിപ്പിച്ചത് എന്ന് വ്യക്തമായിട്ട് താങ്കൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. താങ്കൾക്ക് പേര് പറയാൻ താങ്കൾ പറയുന്നത് പോലെ വാക്കുകൾ ഉച്ചരിക്കണം, പേരുകൾ ഉച്ചരിക്കണം എന്ന് പറയാൻ താങ്കളുടെ നിലപാടാണ്. താങ്കളുടെ രാഷ്ട്രീയ തിമിരം ബാധിച്ചതുകൊണ്ടാണ്, താങ്കളുടെ രാഷ്ട്രീയമായി തിമിരം ബാധിച്ചതുകൊണ്ടാണ് ഇങ്ങനെയുള്ള നിലപാടുകൾ പറയുന്നത്. ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിക്കുന്ന രീതിയിലല്ല താങ്കൾ സംസാരിക്കുന്നത്. താങ്കൾക്ക് എപ്പോഴും ഇന്ത്യ അമേരിക്കയുടെ കീഴിൽ നിൽക്കുന്ന രാഷ്ട്രമായി മാറണമെന്നുള്ള ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ പറയുന്നത്. അതാണ് ആപത്ത്. ഇന്ത്യ നേരിടുന്ന ഏറ്റവും താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും അറിയാം. താങ്കൾ പറയുന്ന കുറെ കള്ളങ്ങളുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങില്ല എന്ന് ഇന്ത്യ എവിടെയെങ്കിലും പറഞ്ഞാൽ താങ്കൾ കാണിക്കാമോ? കാർഷിക മേഖല തുറന്നു കൊടുക്കും, കാർഷിക വികസന പ്രവർത്തനം നടത്താൻ പാടില്ല, അതുകൊണ്ടാണ് ബഡ്ജറ്റിൽ പൈസ നീക്കി വെക്കാത്തത് അമേരിക്ക പറഞ്ഞിട്ടാണ്. മുന്നോട്ട് പോയാൽ നിങ്ങൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തും. ചൈനയ്ക്കുള്ള തീരുവ അമേരിക്കയുമായി ഏറ്റവും കൂടുതൽ വ്യാപാരമുള്ള കാനഡയ്ക്ക് 35% തീരുവ. നിങ്ങൾ എന്താ മിണ്ടാത്തത്? നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലോ. ഇന്ത്യ ശക്തമായ നിലപാടെടുത്തു.
ഒരു രീതിയിലും കീഴടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ടാണോ എല്ലാം തുറന്നു കൊടുത്തത്? ധാരണ ഉണ്ടാക്കിയപ്പോഴാണ് ശരി. ട്രംപ് വരുന്നത് 18%. ശരി, ആ 18% വരാൻ 500 ബില്യന്റെ കച്ചവടം നടത്തണം. ഇവിടെ ഇറക്കുമതി ഇന്ത്യ ഡിമാൻഡ് ഇറക്കുമതി ലിബറലൈസ് ചെയ്യണം. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത്. കാർഷികോൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റ് ആക്സസ് കൊടുക്കണം. ശരി 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 എന്തായാലും ശരി. സംയുക്ത പ്രസ്താവന ചർച്ച അവസാന ഘട്ടത്തിലാണ്. ശ്രീ ജോസഫ് ആന്റണി, ഇന്ത്യ പറഞ്ഞിട്ടില്ല, ഒക്കെ അമേരിക്കൻ പ്രസിഡന്റ് ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞാണ്, ഞങ്ങൾക്ക് അതിന്റെ ഉത്തരവാദിത്വമില്ല എന്ന് BJP പറയുമ്പോൾ എന്തായാലും ഒരു സംയുക്ത പ്രസ്താവന വരുമല്ലോ അടുത്ത ആഴ്ച. എന്തായാലും ഇന്ത്യ അമേരിക്ക ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ഈ രാജ്യത്തെ വികാരം കൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള മാറ്റങ്ങൾ, അതല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ പ്രതീക്ഷിക്കണോ? അല്ല, നമ്മളുടെ ഭയപ്പെടുത്തുന്ന കാര്യം ഈ ട്രംപ് പ്രഖ്യാപിച്ച ഈ ബൈലാറ്ററൽ കരാർ എന്ന് പറയുന്ന അതിനകത്ത് ഉൾക്കൊള്ളുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അവിടുത്തെ കൃഷി സെക്രട്ടറി ആവട്ടെ, അവിടുത്തെ വൈറ്റ് ഹൗസ് സെക്രട്ടറി ആവട്ടെ, ഇവർ നടത്തിയ പ്രസ്താവനകളാണ്. അവർ നടത്തിയ പ്രസ്താവനകൾ പറഞ്ഞത് എന്താണ്? കാർഷിക മേഖല, ഇന്ത്യയുടെ കാർഷിക മേഖല പൂർണ്ണമായും തുറന്നു കൊടുക്കും. ഇന്ത്യ $500 ബില്യൺ പിന്നെ ഉൽപ്പന്നങ്ങൾ, ഇന്ധനവും പിന്നെ ടെക്നോളജിയും അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ വാങ്ങും എന്ന് മാത്രമല്ല, ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക്, അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 98-99% ഉൽപ്പന്നങ്ങൾക്ക് 0% എന്നാൽ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് 18% തീരുവയായിരിക്കും ചുമത്തപ്പെടുക. ഇങ്ങനെ പറയുന്നത്, അതായത് അത് ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് ആ രാജ്യത്തിന്റെ ഭരണാധികാരിയെയോ ആ രാജ്യത്തെയോ ഗൗരവമായി എടുക്കാത്തൊരു ഭരണാധികാരി. നമ്മുടെ ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഈ ട്രംപ് ഒരു പ്രഖ്യാപനം നടത്തി. അതായത് ഈ ഇന്ത്യ-അമേരിക്ക വ്യാപാര ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇന്ത്യ-അമേരിക്ക വ്യാപാര ചർച്ച മുന്നോട്ട് പോകാത്തതെന്ന് പറഞ്ഞപ്പോൾ ഈ ട്രംപ് പറഞ്ഞെന്താണെന്ന് അറിയുമോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നെ വിളിച്ചില്ല, എന്നെ ഫോണിൽ വിളിച്ചില്ല, അതുകൊണ്ടാണ് ചർച്ച നടക്കാത്തത് എന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ വളരെ കൊമ്പത്ത് നിൽക്കുന്ന ഒരാളാണ്, ബാക്കിയുള്ളവരെ എൻ്റെ അടിമകളാണ് എന്നുള്ള തരത്തിലുള്ള സമീപനമാണ് അമേരിക്കൻ പ്രസിഡന്റ് വെച്ചുപുറത്തുന്നത്. ആ അമേരിക്കൻ പ്രസിഡന്റിനെ എല്ലാ രാജ്യങ്ങളും, ഇന്ത്യ ഉൾപ്പെടെയുള്ള മുഴുവൻ രാജ്യങ്ങളും ചെറുക്കേണ്ട സന്ദർഭങ്ങളിൽ എല്ലാം ചെറുക്കണം. അതിനുള്ള ഏറ്റവും വലിയ അവസരമാണിത് എന്ന് മാത്രമല്ല, ഒറ്റ പരിഗണന ഞാൻ അവസാനിപ്പിക്കാം. അതായത് 60% വരുന്ന ഇന്ത്യയിലെ കർഷക ജനവിഭാഗം, ആ കർഷക ജനവിഭാഗത്തെ ആത്മഹത്യയിലേക്ക് നയിച്ചുകൊണ്ട് ബാക്കിയുള്ള മേഖലയിൽ ഒരു ചുങ്കത്തിന്റെ കുറവ് വരുന്നത് കൊണ്ട് ബാക്കിയുള്ള മേഖലയ്ക്കെല്ലാം ഗുണമുണ്ടാകുമെന്ന് പറയുന്നത് ഈ മരം കണ്ടിട്ട് കാട് കാണാത്ത തരത്തിലുള്ള വളരെ ദൂരക്കാഴ്ച കുറഞ്ഞ അപകടകരമായ സമീപനമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ-അമേരിക്ക കരാർ വളരെ അപകടകരമാണ്. അത്ഭുതകരവും ആശ്ചര്യജനകവുമായ വാർത്തകളാണ് പുറത്തുവരുന്നത്. അങ്ങനെ ഒരു കരാറിനെ കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ട്രൂത്ത് സോഷ്യലിലൂടെ ലോകത്തോട് പറയുന്നു. 20 മണിക്കൂർ കഴിഞ്ഞ് ഇന്ത്യൻ വാണിജ്യ മന്ത്രി അത് സ്ഥിരീകരിക്കുന്നു. ഇങ്ങനെയാണോ ഒരു ഉഭയകക്ഷി കരാർ പാർലമെന്റിനെയും ജനങ്ങളെയും ഇരുട്ടിൽ നിർത്തിക്കൊണ്ടെന്നുള്ള ചോദ്യം വരുന്നു. എന്തായാലും കരാറിന്റെ പൂർണ്ണരൂപം വരുമ്പോൾ ആരുടെ താല്പര്യം സംരക്ഷിച്ചു എന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്കത് വീണ്ടും ചർച്ച ചെയ്യുകയും ചെയ്യാം. വളരെ നന്ദി എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.